നമസ്കാരം. സഹകാർ റൈസ് പ്ലസിൻ്റെ PSC ക്ലാസ്സുകളിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്നത് ഇന്ത്യൻ ഹിസ്റ്ററിയാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മഹാത്മാഗാന്ധി ആൻഡ് ഇൻഡിപെൻഡൻസ് മൂവ്മെൻറ്റ്സ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഒരു പാർട്ടാണ് പഠിച്ചത്. ആ പാർട്ടുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ഡിസ്കഷനൊക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ മഹാത്മാഗാന്ധി എന്ന് പറയുന്ന ടോപ്പിക്ക് നിങ്ങളൊരു കഥ പോലെ അല്ലെങ്കിൽ ഒരു ടൈം ലൈൻ പോലെ പഠിച്ചു വയ്ക്കുക. നമ്മൾ മറ്റേ ബാലരമൊക്കെ വായിക്കുമ്പോൾ തുടരും എന്ന് പറയുന്നത് പോലെ നമ്മളൊരു ഭാഗത്ത് വെച്ച് നിർത്തി അതിൻ്റെ ബാക്കി തൊട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മൾ പഠിച്ച് നിർത്തിയത് റൗലറ്റ് നിയമവുമായിട്ട് ബന്ധപ്പെട്ട് മഹാത്മാഗാന്ധി നടത്തി വന്ന സമരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ അതിൻ്റെ ബാക്കി തൊട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അതിന് മുമ്പ് നമുക്ക് പതിവ് പോലെയുള്ള കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നിങ്ങളൊന്ന് പെട്ടെന്ന് വായിച്ച് നോക്കുക. ഈ ഒരു മേഖലയിൽ നിന്ന് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് എബോവ് ദ നോൺ കോർപ്പറേഷൻ മൂവ്മെന്റ് ഈസ് കറക്റ്റ് എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതാ 4 സ്റ്റേറ്റ്മെന്റുകൾ വന്നിട്ടുണ്ട്. അതിൽ കറക്റ്റ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അടുത്ത മറ്റൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ട്രൂ ഇൻ കണക്ഷൻ വിത്ത് സിവിൽ ഡിസോബീഡിയൻറ്റ് മൂവ്മെൻറ്റ്. സിവിൽ ഡിസോബീഡിയൻറ്റ് മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ചോദിച്ചിട്ടുണ്ട്. പെട്ടെന്ന് വായിച്ചു നോക്കുക ക്വസ്റ്റ്യൻസ്. ഈ ക്വസ്റ്റ്യൻസ് ഒന്നും നമ്മളിപ്പോൾ പറയുന്നില്ല. ഈ ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾ തന്നെ പറയും ക്ലാസ് കഴിഞ്ഞ ശേഷം. നിങ്ങൾ ഈ വീഡിയോ എടുത്തൊന്ന് പൗസ് ചെയ്ത് വെച്ചിട്ട് ആൻസർ ചെയ്ത് നോക്കുക. ഓക്കെ നോക്കുക. ഗാന്ധിജിയുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് തന്നിരിക്കുന്നത്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളൊരു മേഖലയാണ് മഹാത്മാഗാന്ധി എന്ന് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചു നിർത്തിയത് റൗലറ്റ് ആക്ടിനെതിരെയുള്ള നിയമമാണ്, ഒരു സമരത്തെക്കുറിച്ചിട്ടാണ്. അപ്പോൾ അതിൻ്റെ ബാക്കിയാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല അല്ലെങ്കിൽ ജാലിയൻ വാലാബാഗ് മാസക്കർ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കുറേ ഭാഗങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റൗലറ്റ് ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ ഒരു പുസ്തകത്തിൻ്റെ സ്കൂൾ ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഒരു പാർട്ട് നമ്മൾ കണ്ടു. അപ്പോൾ അതിനകത്ത് ഈ സ്ലൈഡിൽ പറയുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ പരാമർശിച്ച് പോയിട്ടുണ്ട്. അപ്പോൾ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ അത് കുറച്ചൊന്ന് സ്പീഡിൽ പറഞ്ഞു പോകാം നമുക്കിവിടെ. നോക്കുക, റൗലറ്റ് ആക്ട് ഈസ് ദ ലോ ദാറ്റ് ലീഡ് ടു ദ ജാലിയൻ വാലാബാഗ്. ജാലിയൻ വാലാബാഗിലേക്ക് നയിച്ച നിയമം ഏതാണെന്ന് ചോദിച്ചാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് പറയാം. അത് റൗലറ്റ് നിയമമാണ്. ജാലിയൻ വാലാബാഗിലേക്ക് നയിച്ച നിയമം റൗലറ്റ് നിയമമാണ്. ദ ജാലിയൻ വാലാബാഗ് മസാക്കർ ടുക്സ് പ്ലേസ് ഓൺ, നടന്ന വർഷം മാസം തീയതി ചോദിച്ചാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1919 ഏപ്രിൽ 13 നടക്കുന്നത്. 1919 ഏപ്രിൽ 13 അമൃത്സർ, പഞ്ചാബിലെ അമൃത്സറിൽ വെച്ചിട്ടാണ് ഇന്ന് നടക്കുന്നത്. ഈ പറയുന്ന ജാലിയൻ വാലാബാഗ് നടക്കുന്നത് 1919 അമൃത്സറിലെ പഞ്ചാബ്. ഓക്കെ, പഞ്ചാബിലെ അമൃത്സറിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ഇതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ പറയുക, ഡോക്ടർ സത്യപാൽ ആൻഡ് സൈഫുദ്ദീൻ കിച്ലു 2 പ്രധാനപ്പെട്ട നേതാക്കളാണ്. ഡോക്ടർ സത്യപാലും സൈഫുദ്ദീൻ കിച്ലു. ഇവർ ആൻറ്റി റൗലറ്റ് പ്രൊട്ടസ്റ്റ് നടത്തിക്കൊണ്ടിരുന്ന ആളുകളാണ്. പഞ്ചാബിൽ റൗലറ്റ് ആക്ടിനെതിരെ സമരം ചെയ്തിരുന്ന 2 പ്രധാനപ്പെട്ട നേതാക്കളാണ് ഡോക്ടർ സത്യപാലും സൈഫുദ്ദീൻ കിച്ലുവും. പേര് മറക്കരുത്, ഡോക്ടർ സത്യപാലും സൈഫുദ്ദീൻ കിച്ലു. ഇവർ രണ്ടുപേരെ എന്ത് ചെയ്യുന്നു? അറസ്റ്റ് ചെയ്യുന്ന വർഷം 1919. തീയതി പഠിച്ചു വയ്ക്കുക, ഏപ്രിൽ 10. ഈ പറയുന്ന വർഷമെല്ലാം 19 ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വർഷങ്ങളൊക്കെ 19 തന്നെയാണ്. 1919. അപ്പോൾ അതിന് പ്രത്യേകം പഠിക്കേണ്ട. ഏപ്രിൽ 10 ജാലിയൻ വാലാബാഗ് നടക്കുന്നത്. 13 ഇവരെ അറസ്റ്റ് ചെയ്യുന്നത്. 10 എന്ത് ചെയ്യുന്നു? ഏപ്രിൽ 10 എന്ത് ചെയ്യുന്നു? സത്യപാൽ ആൻഡ് സൈഫുദ്ദീൻ കിച്ലു അറസ്റ്റഡ് ആൻഡ് ട്രാൻസ്ഫോംഡ് ടു സീക്രട്ട് സെന്റർ. ഇവർ അറസ്റ്റ് ചെയ്തിട്ട് ഒരു രഹസ്യ സ്ഥലത്തേക്ക് എന്ത് ചെയ്യുന്നു? മാറ്റുകയാണ് ചെയ്യുന്നത്. ദ ഫോളോയിങ് അറസ്റ്റ് ഓഫ് സത്യപാൽ ആൻഡ് സൈഫുദ്ദീൻ കിച്ലു, ദ വയലറ്റ് മോബ് ഡിസ്ട്രോയിഡ് ബ്രിട്ടീഷ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അമൃത്സർ. അപ്പോൾ ഇവരെ അറസ്റ്റ് ചെയ്യുന്നതിനെ തുറന്നിട്ട് ഈ വളരെ വയലൻ്റ് ആയിട്ടുള്ള ജനക്കൂട്ടം എന്ത് ചെയ്യുന്നു? ഈ ബ്രിട്ടീഷ് ഇൻസ്റ്റിറ്റ്യൂഷനെയൊക്കെ ആക്രമിക്കാനായിട്ട് തുടങ്ങുന്നു. അമൃത്സറിലുള്ള ബ്രിട്ടീഷ് ഇൻസ്റ്റിറ്റ്യൂഷനെയൊക്കെ ആക്രമിക്കാനായിട്ട് തുടങ്ങുന്നു. എന്തിനാണ് ആക്രമിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ സത്യപാലിനെയും സൈഫുദ്ദീൻ കിച്ലുവിനെയും അറസ്റ്റ് ചെയ്തതിനെ തുടർന്ന്. ക്ലിയർ അല്ലേ? അപ്പോൾ 1910 റൗലറ്റ് ആക്ടിനെതിരെ സമരം നടത്തിയ 2 നേതാക്കളെ അറസ്റ്റ് ചെയ്ത് രഹസ്യ സ്ഥലത്തേക്ക് താമസിപ്പിക്കുന്നു. ആ നേതാക്കളുടെ പേരാണ് സത്യപാലും സൈഫുദ്ദീൻ കിച്ലുവും. ഇതിനെ തുടർന്നിട്ട് അവിടുത്തെ ജനക്കൂട്ടം, ഈ സമരത്തിൽ പങ്കെടുത്ത ജനക്കൂട്ടം അവരുടെ നേതാക്കളെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു? അമൃത്സറിലുള്ള ബ്രിട്ടീഷ് ഇൻസ്റ്റിറ്റ്യൂട്ടിനെയൊക്കെ ആക്രമിക്കാനായിട്ട് തുടങ്ങുന്നു. ഇതാണ് ശരിക്കും ഈ ജാലിയൻ വാലാബാഗിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള അക്രമങ്ങൾ സംഭവിക്കുന്നതിനെ തുടർന്നിട്ട് നമ്മൾ ഇദ്ദേഹത്തിൻ്റെ പേര് പഠിച്ചു. General Dyer will take the control of the city and demonstrations and public meetings were banned under section 1944 and the criminal procedure in 1990 ഏപ്രിൽ 11. അപ്പോൾ ഏപ്രിൽ 10 അവർ അറസ്റ്റ് ചെയ്യുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രക്ഷോഭങ്ങൾ ഉണ്ടാകുന്നു. ഇതിനെ തുടർന്നിട്ട് ജനറൽ ഡയർ, നമ്മുടെ കഥയിലെ വില്ലൻ, കടന്നു വരികയാണ്. അദ്ദേഹം എന്ത് ചെയ്യുന്നു? നിങ്ങളിങ്ങനെ മനസ്സിൽ കാണണം കേട്ടോ, അദ്ദേഹം കടന്നു വരുന്നതൊക്കെ ഒരു സിനിമ പോലെ. ഈ ജനറൽ ഡയർ കടന്നു വന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു? സിറ്റിയുടെ കൺട്രോൾ എടുത്തിട്ട് അവിടെ നടക്കുന്ന
പ്രകടനങ്ങളും പബ്ലിക് മീറ്റിങ്ങുകളും ഒക്കെ എന്ത് ചെയ്യുന്നു, ആ സെക്ഷൻ 14 144 പ്രകാരം ബാൻ ചെയ്യുന്നു. അത് ബാൻ ചെയ്യുന്ന വർഷം ചോദിച്ചാൽ 1919 ഏപ്രിൽ 11. ഏപ്രിൽ 11 അദ്ദേഹം എന്ത് ചെയ്യുന്നു, എല്ലാ പൊതുപരിപാടികളെയും ബാൻ ചെയ്യുന്നതിനായിട്ടൊരു നിയമം കൊണ്ടുവരുന്നു. ഓക്കെ, ഓൺ ഏപ്രിൽ 30, ഏപ്രിൽ 13, പീപ്പിൾ ഗാതേർഡ് അറ്റ് ജാലിയൻ വാലാബാഗ് ടു പ്രൊട്ടസ്റ്റ് ദ അറസ്റ്റ് ഓഫ് സൈഫുദ്ദീൻ കിച്ലു ആൻഡ് സത്യപാൽ. ഈ സത്യപാലിനെയും സൈഫുദ്ദീൻ കിച്ലുവിനെയും അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു, ആളുകൾ നമ്മുടെ അമൃത്സറിലുള്ളൊരു മൈതാനത്ത് ജാലിയൻ വാലാബാഗ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് എന്ത് ചെയ്യുന്നു, ഒത്തുകൂടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, എബൌട്ട് 20,000 unarmed peoples including women and children peacefully പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ മീറ്റിംഗ്. ഏകദേശം 20,000-ഓളം വരുന്ന അൺആംഡ്, അതായത് അവർ ആയുധങ്ങൾ കൊണ്ടൊന്നുമല്ല വന്നത്. നമ്മൾ ശരിക്കും ഇത് പുസ്തകത്തിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതിനെപ്പറ്റി. എന്താണ്, ഈ കലാപങ്ങളെ തുടർന്നിട്ട് അവിടെ ബ്രിട്ടീഷ് പട്ടാള നയം നടപ്പിലാക്കും. അതായത് ഇപ്പോൾ സ്ഥലത്ത് ഒത്തുകൂടിക്കൂടാ, തടിച്ചുകൂടിക്കൂടാ തുടങ്ങിയ നിയമങ്ങൾ നടപ്പിലാക്കും. ഇത് അറിഞ്ഞുകൂടാത്ത ഒരു വിഭാഗം ആളുകളാണ് എന്ത് ചെയ്യുന്നത്, ഈ ജാലിയൻ വാലാബാഗിൽ വന്നിട്ട് ഈ പറയുന്ന അവിടെ ആ സമരത്തിൽ എന്ത് ചെയ്യുന്നത്, സമാധാനപരമായിട്ട് പങ്കെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അവരങ്ങനെ പങ്കെടുത്തിട്ടിരിക്കുന്ന സമയത്ത് ദ പഞ്ചാബ് ഗവർണർ അതോറൈസ്ഡ് ഫയറിംഗ് ഓൺ പ്രൊട്ടസ്റ്റ് അറ്റ് ദ ജാലിയൻ വാലാബാഗ്. ഈ ജാലിയൻ വാലാബാഗ് ജനക്കൂട്ടത്തിനെതിരെ എന്ത് ചെയ്യപ്പെടുന്നുണ്ട്, ബ്രിട്ടീഷ് ഗവൺമെൻറ് വെടിയുതിർക്കുന്നുണ്ട്. ഈ വെടിയുതിർത്ത ഗവർണറിൻ്റെ പേരാണ് മൈക്കിൾ ഒ ഡയർ. ഓക്കെ, മൈക്കിൾ ഒ ഡയർ ആണ് എന്ത്, പഞ്ചാബ് ഗവർണർ അതോറൈസ്ഡ് ദ ഫയറിംഗ് ഓൺ പ്രൊട്ടസ്റ്റ് അറ്റ് ജാലിയൻ വാലാബാഗ്. ജാലിയൻ വാലാബാഗ് അവിടെ നടക്കുന്ന പ്രൊട്ടസ്റ്റിനെതിരെ വെടിവെക്കാനായിട്ട് നിർദ്ദേശം കൊടുത്ത വ്യക്തിയാണ് മൈക്കിൾ ഒ ഡയർ. ഓക്കെ, അടുത്ത നോക്കുക, ദ ബ്രിട്ടീഷ് ആർമി കമാൻഡർ ഹു ലീഡ് ദ ജാലിയൻ വാലാബാഗ് മസാക്കർ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നയിച്ച ബ്രിട്ടീഷ് കമാൻഡർ, അദ്ദേഹത്തിൻ്റെ പേരും ജനറൽ റെജിനാൾഡ് ഡയർ. അപ്പോൾ ഇവർ രണ്ടുപേരുടെയും പേരിൽ ഡയർ എന്നുണ്ട്. ഒന്ന് ജനറൽ റെജിനാൾഡ് ഡയർ, മറ്റത് മൈക്കിൾ ഒ ഡയർ. മൈക്കിൾ ഒ ഡയറാണ് പഞ്ചാബ് ഗവർണറായിരുന്ന വ്യക്തി. അദ്ദേഹമാണ് അതിൻ്റെ ഭരണം മുഴുവൻ ഏറ്റെടുത്തത്. ഈ കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം കൊടുത്ത സൈന്യത്തിൻ്റെ തലവനാണ് ജനറൽ ഡയർ. ഓക്കെ ആണേ, ക്ലിയർ അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ ഈ കലാപത്തിന് ഉത്തരവിട്ടത്, വെടിവെക്കാൻ ഉത്തരവിട്ടത് മൈക്കിൾ ഒ ഡയറാണ്. അപ്പോൾ ശരിക്കും ഇയാളാണ് കാരണക്കാരൻ. പക്ഷേ ഇത് നയിച്ചു കൊണ്ടുപോയ വ്യക്തി, വെടിയുതിർത്ത വ്യക്തി, അല്ലെങ്കിൽ ആ സൈന്യം നയിച്ച വ്യക്തിയാണ് ജനറൽ റെജിനാൾഡ് ഡയർ. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ വിളിക്കുന്ന പേര് നോൺ ആസ് ദ ബാച്ചിലർ ഓഫ് അമൃത്സർ, സേവിയർ ഓഫ് പഞ്ചാബ്. അമൃത്സറിലെ കശാപ്പുകാരൻ അല്ലെങ്കിൽ പഞ്ചാബിൻ്റെ സേവിയർ തുടങ്ങിയ പേരുകളിൽ അറിയപ്പെടുന്നതൊക്കെ ആരാണെന്ന് ചോദിച്ചാൽ ഈ പറയുന്ന റെജിനാൾഡ് ഡയറിനെയാണ്. ഓക്കെ, പഞ്ചാബിൻ്റെ ചെകുത്താൻ എന്നും അമൃത്സറിൻ്റെ കശാപ്പുകാരൻ എന്നൊക്കെ അറിയപ്പെടുന്ന വ്യക്തിയാണ് ഈ ജനറൽ ഡയർ. നമുക്ക് ജനറൽ റെജിനാൾഡ് ഡയർ എന്നാണ് ജനറൽ ഡയർ എന്ന് പറയാം അദ്ദേഹത്തിന്. ഓക്കെ, മൈക്കിൾ ഒ ഡയറും ജനറൽ ഡയറും. ഓക്കെ ആണേ, ക്ലിയർ ആണേ? ദ റെവല്യൂഷണറി ഹു അസാസിനേറ്റഡ് മൈക്കിൾ ഒ ഡയർ. ഈ മൈക്കിൾ ഒ ഡയറിനെ വധിച്ച വിപ്ലവകാരി ആണ് ഉദ്ധം സിംഗ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദ റെവല്യൂഷണറി ഹു അസാസിനേറ്റഡ് മൈക്കിൾ ഒ ഡയർ. മൈക്കിൾ ഒ ഡയറിനെ വധിച്ച വിപ്ലവകാരിയാണ് ഉദ്ധം സിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ജാലിയൻ വാലാബാഗുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. 1919 ഏപ്രിൽ 13 ഈ തടിച്ചുകൂടിയ ജാലിയൻ വാലാബാഗിലെ, പഞ്ചാബിലെ അമൃത്സറിലെ ജാലിയൻ വാലാബാഗ് എന്ന് പറയുന്ന സ്ഥലത്ത് തടിച്ചുകൂടിയ ഒരു ജനക്കൂട്ടത്തിന് നേരെ എന്ത് ചെയ്യുന്നു, മൈക്കിൾ ഒ ഡയറിൻ്റെ നിർദ്ദേശപ്രകാരം ജനറൽ ഡയർ വെടിയുതിർക്കുന്നു. ജനറൽ ഡയറിൻ്റെ നേതൃത്വത്തിലുള്ള പട്ടാളം വെടിയുതിർക്കുന്നു. ഇതിനെ തുടർന്നിട്ട് ഒരുപാട് ആളുകൾ മരിക്കുന്നു, വലിയ കലാപങ്ങളുണ്ടാകുന്നു. ഇതിൻ്റെയൊക്കെ അനന്തരഫലമായിട്ട് ഇതിന് ഉത്തരവിട്ട മൈക്കിൾ ഒ ഡയറിനെ വധിച്ച വിപ്ലവകാരിയാണ് ഉദ്ധം സിംഗ്. ഓക്കെ, ഉദ്ധം സിംഗ് ഇയാളെ കൊല്ലുന്നത് 1940 മാർച്ച് 13 അപ്പോൾ ഓൺ മാർച്ച് 30, 1940, 1940 മാർച്ച് 13 മൈക്കിൾ ഒ ഡയർ വാസ് എക്സിക്യൂട്ടഡ് അറ്റ് കക്സ്റ്റൺ ഹാൾ ഇൻ ലണ്ടൻ. ഈ കക്സ്റ്റൺ ഹാൾ, ലണ്ടനിലെ കക്സ്റ്റൺ ഹാളിൽ വെച്ചിട്ട് അദ്ദേഹം എന്ത് ചെയ്യപ്പെടുന്നുണ്ട്, മരിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അദ്ദേഹത്തിനെ കൊല്ലുന്ന ആളുടെ പേരാണ് ഉദ്ധം സിംഗ്. ഉദ്ധം സിംഗ് വാസ് ഹാങ്ഡ് ഓൺ ജൂലൈ 30, 1940. 1940 ജൂലൈ 30 ഇദ്ദേഹത്തെ തൂക്കിക്കൊല്ലുന്നു. ആരെ? ഉദ്ധം സിംഗിനെ തൂക്കിക്കൊല്ലുന്നു. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, നമ്മൾ പഠിക്കേണ്ടത് ജാലിയൻ വാലാബാഗ് എന്തിനെതിരെ നടന്നത്, എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ്, റൗലറ്റ് ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നടന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. അറസ്റ്റ് ചെയ്ത നേതാക്കന്മാരുടെ പേരെന്ന് പറഞ്ഞേ ഡോക്ടർ സത്യപാലും സൈഫുദ്ദീൻ കിച്ലുവുമാണ്. ഓക്കെ, വർഷം അറിയാമല്ലോ. ഇവരെന്നാണ് സമരം നടത്തിയത്? ഏപ്രിൽ 10. ഏപ്രിൽ 11 എന്ത് ചെയ്യുന്നു, നമ്മുടെ ജനറൽ ഡയർ എന്ത് ചെയ്യുന്നു, ആ സിറ്റിയുടെ കൺട്രോൾ ഏറ്റെടുക്കുന്നു. അദ്ദേഹമാണ് എന്താണ് വെടിവെക്കാനായിട്ട് ഉത്തരവിടുന്നത്.
ഓക്കെയാണ്. ഏപ്രിൽ 13 എന്ത് ചെയ്യുന്നു? പറയുന്ന ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കുന്നു. ഓക്കെ, ശരി, നോക്കുക. When the Jallianwala Massacre took place, the Viceroy, ഈ ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല നടക്കുമ്പോൾ വൈസ്രോയ് ആരായിരുന്നു? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു റൗലറ്റ് ആക്ട് നടപ്പിലാക്കിയ വൈസ്രോയ് ആരാ? അത് ലോർഡ് ചെംസ്ഫോർഡ് ആണ്. ആ സമയത്തല്ലേ ജാലിയൻവാലാബാഗ് നടക്കുന്നത്? അപ്പോഴും വൈസ്രോയ് ആര് തന്നെ? അത് ചെംസ്ഫോർഡ് പ്രഭു തന്നെയാണ്. ദ ഹണ്ടർ കമ്മീഷൻ വാസ് എ കമ്മീഷൻ അപ്പോയിന്റഡ് ഓൺ October 1499 ടു ഇൻവെസ്റ്റിഗേറ്റ് ജാലിയൻവാലാബാഗ് മസാക്കർ. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയ്ക്കെതിരെ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കാനായിട്ട് നിയോഗിച്ച കമ്മിറ്റിയാണ് ഹണ്ടർ കമ്മീഷൻ. ഓക്കെ, ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയെ കുറിച്ച് പഠിക്കാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു സംഭവത്തെക്കുറിച്ച് പഠിക്കാനായിട്ട് നിയോഗിക്കപ്പെട്ട കമ്മീഷനാണ് ഹണ്ടർ കമ്മീഷൻ. ഹണ്ടർ കമ്മീഷൻ വരുന്നത് 1919 October 16 അപ്പോൾ ഓർമ്മയുണ്ട്, April 10 ശേഷം April 11 അധികാരം ഏറ്റെടുക്കുന്നു. April 13 ഈ പറയുന്ന കൂട്ടക്കൊല നടക്കുന്നു. ശേഷം അതിനൊക്കെ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? October 14 ഹണ്ടർ കമ്മീഷൻ നിലവിൽ വരുന്നു. അപ്പോൾ ഹണ്ടർ കമ്മീഷൻ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്ന വർഷം ചോദിച്ചാൽ പറയുക അത് 1920 എന്ന് കൂടി ഓർത്തു വയ്ക്കുക. October 14 1919 ഹണ്ടർ കമ്മീഷനെ നിയമിക്കുന്നു ജാലിയൻവാലാബാഗിനെ പറ്റി പഠിക്കാനായിട്ട്. ഇതിനെ തുടർന്നിട്ട് 1920 എന്ത് ചെയ്യുന്നു? ഹണ്ടർ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നു. പക്ഷേ ഈ റിപ്പോർട്ട് ഇന്ത്യക്കാർക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഡിസാറ്റിസ്ഫൈഡ് വിത്ത് ദിസ് ഹണ്ടർ കമ്മീഷൻ റിപ്പോർട്ടിൽ സാറ്റിസ്ഫൈഡ് അല്ലാത്ത ആളുകൾ നമ്മുടെ INC ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ത് ചെയ്യുന്നു? ഫോംഡ് ആൻ അൺഒഫീഷ്യൽ കമ്മിറ്റി ഹെഡഡ് ബൈ അബ്ബാസ് ദിയാബ്ജി. അപ്പോൾ ഹണ്ടർ കമ്മീഷൻ ബ്രിട്ടീഷ് ഗവൺമെൻറ് ആണ് നിയമിക്കുന്നത്. ഈ ബ്രിട്ടീഷ് ഗവൺമെൻറ് നിയമിച്ച ഹണ്ടർ കമ്മീഷൻ റിപ്പോർട്ടിൽ ഒരു തൃപ്തി വരാതെ അന്ന് നമ്മുടെ സ്വാതന്ത്ര്യ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് INC എന്ന് പറയുന്ന സംഘടനയാണല്ലോ. INC എന്ത് ചെയ്യുന്നു? ഒരു കമ്മിറ്റിയെ ഉണ്ടാക്കുന്നത്. ഒരു അൺഒഫീഷ്യൽ കമ്മിറ്റിയാണ്. അതിനെ നയിച്ച വ്യക്തിയാണ്, അതിൻ്റെ തലവനായിരുന്ന വ്യക്തിയാണ് അബ്ബാസ് ദിയാബ്ജിയുടെ നേതൃത്വത്തിൽ എന്ത് ചെയ്യുന്നു? ഒരു പാരലായിട്ട് വേറൊരു കമ്മീഷനെ നിയമിക്കുന്നു. ആ കമ്മിറ്റി നിയമിച്ചത് ആരാണ്? INC ആണ്. INC നിയമിച്ചത് കൊണ്ട് തന്നെ അത് എന്ത് കമ്മിറ്റിയായി? അതൊരു അൺഒഫീഷ്യൽ കമ്മിറ്റിയാണ്. ഒഫീഷ്യലി അല്ല, അൺഒഫീഷ്യലായിട്ട് നിയമിച്ചൊരു കമ്മിറ്റിയാണ് അബ്ബാസ് ദിയാബ്ജി കമ്മിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണേ? നോക്കുക, ബാക്കി നോക്കുക. ഉദ്ധം സിംഗുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ സ്കൂൾ ക്ലാസ് ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന ഒരു ഭാഗമാണ് തന്നിരിക്കുന്നത്. ധീരനായ ഉദ്ധം സിംഗ്. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് ദൃക്സാക്ഷിയായിരുന്ന ബാലനായ ഉദ്ധം സിംഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ മൈക്കിൾ ഒഡയറിനെ വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം ഇംഗ്ലണ്ടിൽ വച്ചെന്ന് വധിച്ചു. ഓക്കെ, 1940 ജൂലൈ 31 ഉദ്ധം സിംഗിനെ വധശിക്ഷയ്ക്ക് വിധേയനാക്കി. 1940 ജൂലൈ 31. 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. 1919 ഈ മൈക്കിൾ ഒഡയറിൻ്റെ നേതൃത്വത്തിൽ ഈ ജാലിയൻവാലാബാഗ് എന്ന് പറയുന്ന ദാരുണമായ സംഭവം നടക്കുന്നത്. ഉദ്ധം സിംഗ് അദ്ദേഹത്തെ വധിക്കുന്നത്, മൈക്കിൾ ഒഡയറിനെ വധിക്കുന്നത് 1940 നമ്മൾ കുറച്ചു മുമ്പ് പഠിച്ചു. അപ്പോൾ ശരിക്കും ജാലിയൻവാലാബാഗ് നടക്കുന്ന സമയത്ത് ഉദ്ധം സിംഗ് ഒരു കുട്ടിയായിരുന്നു. ഓക്കെ, അപ്പോൾ ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് ദൃക്സാക്ഷിയായിരുന്ന ബാലനായിരുന്നു ഉദ്ധം സിംഗ്, ഒരു കുട്ടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ പ്രതികാരം കാരണം, അതിന് സാക്ഷിയായിട്ട് നിന്ന വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ ആ പ്രതികാരം കാരണം എന്ത് ചെയ്യുന്നു? ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇംഗ്ലണ്ടിൽ പോയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇദ്ദേഹത്തെ വധിക്കുന്നത്. ഇംഗ്ലണ്ടിൽ വധിച്ച സ്ഥലത്തിൻ്റെ പേര് നമ്മൾ കുറച്ചു മുമ്പ് പഠിച്ചതാണ്. വേറൊരു കാര്യം, ഇദ്ദേഹത്തെ തൂക്കിലാക്കപ്പെടുന്ന വർഷം 1940 ജൂലൈ 31 നമ്മൾ കുറച്ച് മുമ്പ് പഠിച്ചത് ജൂലൈ 30 എന്നാണ്. നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ബാക്കി ചരിത്രപരമായിട്ടുള്ള ചില പുസ്തകങ്ങൾ റെഫർ ചെയ്യുമ്പോൾ ജൂലൈ 30 എന്നാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ SCERT പുസ്തകത്തിൽ ജൂലൈ 31 എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ജൂലൈ 31 തന്നെ പഠിച്ചു വെച്ചിരുന്നാൽ മതി. കാരണം എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ കൺഫ്യൂഷൻ വന്ന് നമ്മൾ അപ്പീൽ പോകുമ്പോൾ അല്ലെങ്കിൽ അപ്പീൽ പോകുന്നൊരു സാഹചര്യം ഉണ്ടായാൽ SCERT പുസ്തകത്തിനുള്ളതിനായിരിക്കും PSC എന്ത് കൊടുക്കുന്നത്? മുൻഗണന കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു ചോദ്യം ചോദിച്ചു, ഉദ്ധം സിംഗിനെ തൂക്കിലേറ്റിയ വർഷം ചോദിച്ചു. 31 ഇല്ല, ജൂലൈ 30 ഉള്ളെങ്കിൽ ധൈര്യമായിട്ട് 30 എഴുതിക്കൊള്ളുക. 31 ആണെങ്കിൽ അതായിരിക്കും ഉത്തരം. 30 31 ഉണ്ടെങ്കിൽ 31 ഒരു ഭൂരിഭാഗവും ശരിയായിട്ടുള്ള ആൻസർ വരാനായിട്ട് ചാൻസ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഡൗട്ട് വരാതിരിക്കാനാണ് ഞാൻ പറഞ്ഞത്. ജൂലൈ 31 എന്നാണ് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്, മാറിപ്പോയതല്ല. ജൂലൈ 30 തന്നെയാണ് നമ്മുടെ ബാക്കിയുള്ള ടെസ്റ്റുകൾ നമ്മൾ റെഫർ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത്. പുസ്തകത്തിൽ 31 എന്നാണ് തന്നിരിക്കുന്നത്. സോ 31 ആണ് കൂടുതലായിട്ട് PSC എക്സാമിന് ചാൻസ്, ശരി ഉത്തരം വരാനുള്ള ചാൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയി? നോക്കുക, ദ അതർ മെമ്പർ ഓഫ് ദി കമ്മിറ്റി. നമ്മൾ തൊട്ടുമുമ്പ് പഠിച്ചത് എന്താ? അബ്ബാസ് ദിയാബ്ജിയുടെ നേതൃത്വത്തിൽ എന്ത് ചെയ്തു? ഒരു കമ്മിറ്റിയെ നിയമിച്ചു. ഈ കമ്മിറ്റിയിലെ മറ്റംഗങ്ങളാണ് മോത്തിലാൽ നെഹ്റു ഈ കമ്മിറ്റിയിലൊരു അംഗമായിരുന്നു. കൂടാതെ CR ദാസ്, മഹാത്മാഗാന്ധി, MR ജയക്കർ
തുടങ്ങിയ ആളുകളൊക്കെ ഈ കോൺഗ്രസ് നിയമിച്ച കമ്മിറ്റിയിലെ അംഗങ്ങളായിരുന്നു. ഓക്കെ, ആരൊക്കെയാണ്? മോത്തിലാൽ നെഹ്റു ഉണ്ട്, CR ദാസ് ഉണ്ട്, നമ്മുടെ ഗാന്ധിജി ഉണ്ട്, MR ജേക്കർ തുടങ്ങിയ ആളുകളൊക്കെ INC നിയമിച്ച കമ്മിറ്റിയുടെ അംഗങ്ങളായിരുന്നു. കമ്മിറ്റിയുടെ തലവൻ എന്ന് പറയുന്നത് അബ്ബാസ് തിയാബ്ജി ആണ്. എന്തിനു വേണ്ടിയിട്ടാണ് നിയമിച്ചതെന്ന് ചോദിച്ചാൽ നമ്മുടെ ജാലിയൻ വാലാബാഗിനെ കുറിച്ചിട്ട് പഠിക്കാനായിട്ട്. INC നിയമിക്കുന്ന കമ്മിറ്റിയാണ്, അതുകൊണ്ട് തന്നെ ഇതെന്തല്ല, ഒരു ഒഫീഷ്യൽ കമ്മിറ്റി അല്ല. ഓക്കെ, ദ ക്രൗളിംഗ് ഓർഡർ ഈസ് റിലേറ്റഡ് ടു വിച്ച് ഇൻസിഡൻറ്റ്? ക്രൗളിംഗ് ഓർഡർ എന്ത് സംഭവമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജാലിയൻ വാലാബാഗുമായിട്ട് ബന്ധപ്പെട്ട സംഭവമാണ് ക്രൗളിംഗ് ഓർഡർ എന്ന് പറയുന്നത്. ഓക്കെ, ക്രൗളിംഗ് ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താണ് ക്രൗളിംഗ് ഓർഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വഴിയുണ്ട്, കുച്ച കൗറിയ വാലി എന്നാണ് ആ വഴിയുടെ പേര്. ആ വഴിയിലൂടെ നടക്കുന്ന ആളുകളൊക്കെ, അതായത് ഈ ജാലിയൻ വാലാബാഗുമായിട്ട് ബന്ധപ്പെട്ടൊരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനെ ആക്രമിക്കപ്പെടും. അതിനുശേഷമാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്നൊരു നിയമം അവിടെ കൊണ്ടുവരുന്നത്. ഞാൻ ഈ പറഞ്ഞ വഴിയിലൂടെ നടക്കുന്ന ആളുകളൊക്കെ ഇഴഞ്ഞ് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, അതിലൂടെ പോകാൻ പാടുള്ളൂ എന്നുള്ളതായിരുന്നു ബ്രിട്ടീഷ് പട്ടാളം കൊണ്ടുവരുന്ന നിയമമാണ്. അതാണ് ക്രൗളിംഗ് ഓർഡർ എന്ന് പറയുന്നത്. അതിനെ പറ്റിയിട്ട് ഒരുപാട് പറയാനില്ല. വഴിയുടെ പേര് വേണമെങ്കിൽ നമുക്കൊന്ന് ഓർത്ത് വെച്ചേക്കുക. കുച്ച കൗറിയൻ വാലി എന്ന് പറയുന്നൊരു വഴി, ആ ഒരു പാതയിലൂടെ പോകുന്ന ആളുകളൊക്കെ, ഇന്ത്യക്കാരായിട്ടുള്ള ആളുകളൊക്കെ എന്താണ്, ഇഴഞ്ഞ് മാത്രമേ ക്രൗൾ ചെയ്ത് മാത്രമേ പോകാൻ പാടുള്ളൂ. ഇത് നിയമിച്ചു കഴിഞ്ഞാൽ കൊടിയ മർദ്ദനമൊക്കെ നേരിടേണ്ടി വരും. അപ്പോൾ അതെന്തായാലും അത് റൗലറ്റ് ആക്റ്റുമായിട്ട്, നമ്മുടെ ജാലിയൻ വാലാബാഗുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ളൊരു സംഭവമാണ് എന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഇൻ ദ ഇംപീരിയൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ പ്രൊട്ടസ്റ്റിംഗ് അഗൈൻസ്റ്റ് ദ റൗലറ്റ് ആക്ട് നാഷണൽ ലീഡേഴ്സ് ഹു റിസൈൻഡ് ദെയർ മെമ്പർഷിപ്പ്. അത് ഒറ്റ പോയിൻ്റാണ്, മിസ്റ്റേക്ക് ആയതാണ്. ഓക്കെ, അതായത് ഈ റൗലറ്റ് ആക്ടിനെതിരെയുള്ള പ്രൊട്ടസ്റ്റായിട്ട് നമ്മുടെ ഇമ്പീരിയൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ നിന്ന് റിസൈൻ ചെയ്ത ഇന്ത്യക്കാരായിട്ടുള്ള വ്യക്തികളാണ് മുഹമ്മദ് അലി ജിന്ന, മദൻ മോഹൻ മാളവ്യ, മസ്ഹർ ഉൽ ഹക്ക്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ആളുകളൊക്കെ നമ്മുടെ ഇമ്പീരിയൽ കൗൺസിലിലെ അംഗങ്ങളായിരുന്നു, ബ്രിട്ടീഷുകാരുടെ ഇമ്പീരിയൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ അംഗങ്ങളായിരുന്നു. മുഹമ്മദ് അലി ജിന്ന, മദൻ മോഹൻ മാളവ്യ, അതുപോലെ മസ്ഹർ ഉൽ ഹക്ക്. ഇവരൊക്കെ എന്ത് ചെയ്തു, നമ്മുടെ ഈ ജാലിയൻ വാലാബാഗ് എന്ന് പറയുന്ന നീചമായ സംഭവത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഈ ഇമ്പീരിയൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ നിന്ന് രാജിവെച്ച് പുറത്തു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇമ്പീരിയൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ നിന്ന് രാജിവെച്ച് പോയ ആളുകളുടെ പേരൊന്ന് പറഞ്ഞേ. മുഹമ്മദ് അലി ജിന്ന, മദൻ മോഹൻ മാളവ്യ, മസ്ഹർ ഉൽ ഹക്ക്. ഓക്കെ, എങ്കിൽ മലയാളി റിസൈൻഡ് ഫ്രം ദ വൈസ്രോയീസ് എക്സിക്യൂട്ടീവ് കൗൺസിൽ ഇൻ പ്രൊട്ടസ്റ്റ് ഓഫ് ജാലിയൻ വാലാബാഗ് മസ്കർ. ജാലിയൻ വാലാബാഗ് സംഭവത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതിനെതിരായിട്ട് നിൽക്കാനായിട്ട്, അല്ലെങ്കിൽ അതിനെതിരെ ഒരു പ്രൊട്ടസ്റ്റായിട്ട് എന്ത് ചെയ്തു, വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്ന് റിസൈൻ ചെയ്ത വ്യക്തിയാണ് C. ശങ്കരൻ നായർ. ഇദ്ദേഹത്തിൻ്റെ പേര് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ റൗലറ്റ് ആക്ട് കൊണ്ടുവരുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്ത ഒരേ ഒരു ഇന്ത്യക്കാരനായിരുന്നു C. ശങ്കരൻ നായർ. പക്ഷേ അദ്ദേഹം വിചാരിക്കുന്നതിലപ്പുറത്തേക്ക് അത് ജാലിയൻ വാലാബാഗ് പോലെയുള്ള ഒരു ദാരുണമായ സംഭവത്തിലേക്ക് പോയി. അപ്പോൾ അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു, വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്ന് പുറത്തേക്ക് രാജിവെച്ച് പോയ വ്യക്തിയാണ് C. ശങ്കരൻ നായർ. ഓർമ്മയുണ്ടോ പോയിന്റുകളൊക്കെ? ക്ലിയർ അല്ലേ? ഇതാ നോക്കുക, ഹണ്ടർ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ടൊരു ഇതാണ് ഇവിടെ തന്നിരിക്കുന്നത്. ചുമ്മാ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. എസ്റ്റാബ്ലിഷ്മെന്റ്, ദ കമ്മീഷൻ വാസ് സെറ്റപ്പ് ബൈ ദ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇൻ 1990 ടു ഇൻവെസ്റ്റിഗേറ്റ് ദ ഇവന്റ് ഇൻ പഞ്ചാബ്, പർട്ടിക്കുലർലി ദ ജാലിയൻ വാലാബാഗ് മസാക്കർ, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല, അതുപോലെ തന്നെ പഞ്ചാബിലുള്ള മറ്റ് പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കാനായിട്ട് എസ്റ്റാബ്ലിഷ് ഒരു കമ്മിറ്റിയാണ്. എൻക്വയറി, ദ കമ്മീഷൻ എക്സാമിൻഡ് കോസ് ഓഫ് അൺട്രസ്റ്റ്, മിലിറ്ററി ആക്ഷൻ ആൻഡ് ഗവൺമെൻറ് റെസ്പോൺസ്. എന്തിനെക്കുറിച്ചൊക്കെ പഠിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോസ് ഓഫ് അൺട്രസ്റ്റ്, അവിടെ നടക്കുന്ന പ്രക്ഷോഭങ്ങളെ പറ്റി, അതുപോലെ തന്നെ മിലിറ്ററി ആക്ഷൻ, സൈനിക നടപടികളെ പറ്റി, അതുപോലെ ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തങ്ങളെ പറ്റിയിട്ടൊക്കെയാണ് അവർ പ്രധാനമായിട്ടും പഠിച്ചത്. റിപ്പോർട്ട്, അവർ കൊടുത്ത റിപ്പോർട്ട് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ കമ്മീഷൻ കണ്ടമെൻഡ് എക്സസീവ് ഫോഴ്സ്, ജസ്റ്റിഫൈ സം ബ്രിട്ടീഷ് ആക്ഷൻസ് ആൻഡ് ട്രിഗർഡ് പൊളിറ്റിക്കൽ ബാക്ക്ലാഷ് ആൻഡ് കാൾ ഫോർ റിഫോംസ്. അതിൻ്റെ റിപ്പോർട്ട് ഒന്ന് കുറച്ചുകൂടി ഒന്ന് ഫോക്കസ്ഡ് ആയിട്ട് നോക്കുക. ഈ കമ്മീഷൻ എന്ത് ചെയ്യുന്നു കഴിഞ്ഞാൽ വിമർശിച്ചു എന്തിനെ, എക്സസീവ് ഫോഴ്സ്, ഈ ഫോഴ്സ് കാണിച്ചു കഴിഞ്ഞാൽ കുറേ നടപടികളെ, സൈനിക നടപടികളെയൊക്കെ വിമർശിച്ചു, അല്ലെങ്കിൽ അതിനെയൊക്കെ അവർ കുറ്റപ്പെടുത്തി. ജസ്റ്റിഫൈ സം ബ്രിട്ടീഷ് ആക്ഷൻസ്, ചില ബ്രിട്ടീഷ് ആക്ഷൻസിനെയൊക്കെ അവർ ന്യായീകരിച്ചു. ജാലിയൻ വാലാബാഗ് പോലുള്ളൊരു സംഭവം നടക്കുന്നതിനെ കുറിച്ചിട്ട്, അങ്ങനെ ഒരു സംഭവം നടന്നിട്ട് അതിനെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് കൊടുത്ത കമ്മീഷൻ പറയുന്നു ചില സൈനിക, അതായത് ബ്രിട്ടീഷുകാർ ചെയ്തതിലൊക്കെ കുറച്ച് ന്യായമുണ്ടെന്ന് അവർ പറഞ്ഞു എന്നുള്ളതാണ്. ചില ആക്ഷൻസിനെ
അവർ എന്ത് ചെയ്തു, ജസ്റ്റിഫൈ ചെയ്തു. ആൻഡ് സം ബ്രിട്ടീഷ് ആക്ഷൻസ് ആൻഡ് ട്രിഗർഡ് ദ പൊളിറ്റിക്കൽ ബാക്ക്ലാഷ് ആൻഡ് കാൾ ഫോർ റിഫോംസ്. അപ്പോൾ ഇത് എന്തിന് കാരണമായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രിഗർഡ് പൊളിറ്റിക്കൽ ബാക്ക്ലാഷ്, ചില സാമൂഹിക പ്രക്ഷോഭങ്ങളെയൊക്കെ ട്രിഗർ ചെയ്തു. അതായത് കുറച്ച് പേരെയൊക്കെ ഒന്നും കൂടെ ഒന്ന് ഈ ഹണ്ടർ കമ്മീഷൻ റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെയും ചില റിഫോം മൂവ്മെൻറ്റുകളും പിന്നെയും ചില പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകാനായിട്ട് ഇത് കാരണമായി. അപ്പോൾ ഈ ഹണ്ടർ കമ്മീഷൻ റിപ്പോർട്ട് ശരിയില്ലാത്തത് കൊണ്ടാണ് നമ്മൾ തുറച്ചു മുമ്പ് പഠിച്ച് അബ്ബാസ് ദിയാബ് ഹെഡ് ചെയ്തുകൊണ്ട് വേറൊരു കമ്മീഷൻ നിലയിൽ വന്നത്. അതൊരു പൊളിറ്റിക്കൽ റിഫോം മൂവ്മെൻ്റ് ആണ്. ഓക്കെ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവാനും വീണ്ടും ചില കാര്യങ്ങളെയൊക്കെ ട്രിഗർ ചെയ്യാനും ഈ കമ്മീഷൻ റിപ്പോർട്ട് കാരണമായി എന്നുള്ളത്. അതിൻ്റെ ചെയർമാനായ വ്യക്തിയാണ് ലോർഡ് വില്യം ഹണ്ടർ. ഓക്കെ, അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെയുണ്ട്. ഓക്കെ, നോക്കുക. ലീഡർ ഹു റിട്ടേൺഡ് ദ ടൈറ്റിൽ കൈസർ ഇ ഹിന്ദ് ഇൻ പ്രൊട്ടസ്റ്റ് അഗൈൻസ്റ്റ് ജാലിയൻ വാലാബാഗ്. ജാലിയൻ വാലാബാഗ് സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് ഈ കൈസർ ഇ ഹിന്ദ് പദവി തിരിച്ചു കൊടുത്ത വ്യക്തികൾ ആരൊക്കെയെന്ന് ചോദിച്ചാൽ ഒന്ന് ഗാന്ധിജിയും സരോജിനി നായിഡുവുമാണ്. ലീഡർ ഹു റിട്ടേൺഡ് ദ ടൈറ്റിൽ കൈസർ ഇ ഹിന്ദ്, കൈസർ ഇ ഹിന്ദ് അവാർഡ് തിരിച്ച് നൽകിയ വ്യക്തികളാണ് ഗാന്ധിജി, സരോജിനി നായിഡു. ഓക്കെ, പ്രൊട്ടസ്റ്റിംഗ് ദ ജാലിയൻ വാലാബാഗ് ട്രാജഡി അബണ്ടൻഡ് ദ ടൈറ്റിൽ സർ. ഇത് മറ്റേ പോയിന്റാണേ. സർ പദവി തിരിച്ചു കൊടുത്ത വ്യക്തി, ജാലിയൻ വാലാബാഗ് സംഭവത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് സർ പദവി തിരികെ കൊടുത്ത വ്യക്തിയാണ് രവീന്ദ്രനാഥ ടാഗോർ. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചേ? വൈസ്രോയുടെ ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ നിന്ന് പുറത്തുപോയ വ്യക്തി സി ശങ്കരൻ. ഓക്കെ, ഇമ്പീരിയൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ നിന്ന് രാജിവെച്ച വ്യക്തികൾ മുഹമ്മദ് അലി ജിന്ന, മദൻ മോഹൻ മാളവിയ, മസാറുൽ ഹക്ക്. ഓക്കെ, എങ്കിൽ കൈസർ ഇ ഹിന്ദ് പദവി തിരിച്ചു കൊടുത്ത വ്യക്തികൾ ആരൊക്കെയാണ് ഒന്ന് പറഞ്ഞേ? ഗാന്ധിജിയും സരോജിനി നായിഡുവും. സർ പദവി വേണ്ടെന്ന് വെച്ച വ്യക്തി ടാഗോർ. ഓക്കെ, ക്ലിയർ ആണ്. ഇതൊക്കെ ജാലിയൻ വാലാബാഗ് എന്ന് പറയുന്ന സംഭവത്തിന് ശേഷം അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇന്ത്യക്കാർ നടത്തിയ ചില നടപടികളാണ്. ഓക്കെ, നോക്കുക. അമർജ്യോതി മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത് അമൃത്സറിലാണ്. അപ്പോൾ അമൃത്സറിലെ അമർജ്യോതി മെമ്മോറിയൽ എന്താണെന്ന് ചോദിച്ചാൽ എ മെമ്മോറിയൽ ബിൽഡ് ഇൻ ദ മെമ്മറി ഓഫ് മാട്രീസ് ഓഫ് ജാലിയൻ വാലാബാഗ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ മരിച്ചുപോയ രക്തസാക്ഷികൾക്ക് വേണ്ടിയിട്ട് സ്ഥിതി ചെയ്ത ഒരു സ്മാരകമാണ്, അല്ലെങ്കിൽ ഉണ്ടാക്കിയ ഒരു സ്മാരകമാണ് അമർജ്യോതി എന്ന് പറയുന്നത്. സ്ഥിതി ചെയ്യുന്നത് അമൃത്സറിലാണ്. ക്ലിയർ അല്ലേ? ഓക്കെ, അത് ഇനാഗുറേറ്റ് ചെയ്ത വ്യക്തി എന്ന് പറയുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. 1961 അപ്പോൾ അമൃതജ്യോതി ഇനാഗുറേറ്റ് ചെയ്യുന്നത് 1961 ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് എന്നുകൂടി ഓർത്തു വച്ചിരിക്കുക. ബ്രിട്ടൻ എക്സ്പ്രസ്ഡ് റിഗാർഡിംഗ് 2090 ഓവർ ദ ജാലിയൻ വാലാബാഗ് മെസാക്കർ. ഈ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിൽ ദുഃഖം പ്രകടിപ്പിച്ചുകൊണ്ട് ബ്രിട്ടൻ റിഗ്രറ്റ് ചെയ്ത വർഷം 2019. 2019 ആയപ്പോൾ ബ്രിട്ടന് മനസ്സിലായി. എന്നാ നടന്നത്? 1913. 2019 ബ്രിട്ടൻ എന്ത് ചെയ്തു? അവരുടെ ഖേദം പ്രകടിപ്പിച്ചു, അവരുടെ റിഗാർഡ് എക്സ്പ്രസ് ചെയ്തു. ഓക്കെ, ജാലിയൻ വാലാബാഗ് ഡേ എന്ന് പറയുന്നത് ഏപ്രിൽ 13. അത് ഓർത്ത് വയ്ക്കുക, എളുപ്പമാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഏപ്രിൽ 13 1919 ഏപ്രിൽ 13 നടന്നു. അതുകൊണ്ട് ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗ് ദിനമായിട്ട് ആഘോഷിക്കും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഈ പറഞ്ഞ പോയിന്റുകളൊക്കെ നമ്മൾ പുതുതായിട്ട് പഠിച്ചതാണ്. ബാക്കി തുടക്കത്തിൽ പറഞ്ഞ കുറേ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. നോക്കുക, പെർസ്പെക്റ്റീവ്സ് ഓഫ് ജാലിയൻ വാലാബാഗ്. ജാലിയൻ വാലാബാഗിനെ കുറിച്ചിട്ട് ഓരോ വ്യക്തികൾക്കും ഉണ്ടായിരുന്ന കാഴ്ചപ്പാടെങ്കിൽ ഓരോരുത്തരുടെയും അഭിപ്രായമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇൻ ദ ബാറ്റിൽ ഓഫ് പ്ലാസി ലേഡ് ദ ഫൗണ്ടേഷൻ ഓഫ് ബ്രിട്ടീഷ് റൂൾ. ദ ജാലിയൻ വാലാബാഗ് ഇൻഡിക്കേറ്റ് ഷോക്ക് ദ ഫൗണ്ടേഷൻ ഓഫ് ദ ബ്രിട്ടീഷ് റൂള്. പ്ലാസി ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അടിത്തറ പാകിയെങ്കിൽ പ്ലാസി ജാലിയൻ വാലാബാഗ് ആ അടിത്തറ ഇളക്കി എന്ന് പറഞ്ഞ വ്യക്തിയാണ് മഹാത്മാഗാന്ധിജി. ഈ ജാലിയൻ വാലാബാഗ് സംഭവത്തെക്കുറിച്ചിട്ട് ഗാന്ധിജി പറഞ്ഞതാണ്, പ്ലാസി യുദ്ധത്തിലൂടെ ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിൽ ഒരു അടിത്തറ ഉണ്ടാക്കാൻ കഴിഞ്ഞു, എന്നാൽ ആ അടിത്തറ ജാലിയൻ വാലാബാഗ് ഇളക്കിയിരിക്കുന്നു അല്ലെങ്കിൽ ഷോക്ക് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഗാന്ധിജി. ഓക്കെ, അടുത്തത് നോക്കുക. ദ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ കാൾഡ് ജാലിയൻ വാലാബാഗ് ഡീപ്ലി ഷെയിംഫുൾ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ ഡീപ്ലി ഷെയിംഫുൾ എന്ന് വിളിച്ച വ്യക്തിയാണ് ഡേവിഡ് കാമറൂൺ. എന്തെന്ന് വിളിച്ചു? ഡീപ്ലി ഷെയിംഫുൾ. അടുത്തത് മോൺസ്ട്രസ് പാക്ട്, ഒരു രാക്ഷസീയമായ നടപടി എന്ന് വിളിച്ച വ്യക്തിയാണ് വിൻസ്റ്റൺ ചർച്ചിൽ. അദ്ദേഹം ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ആണ്. ഓക്കെ, ഇദ്ദേഹവും ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ആണ്. ഓക്കെ അല്ലേ? മോൺസ്ട്രസ് പാക്ട്, രാക്ഷസീയമായ ഒരു നടപടി അല്ലെങ്കിൽ പൈശാചികമായ ഒരു നടപടി എന്ന് വിളിച്ച വ്യക്തിയാണ് വിൻസ്റ്റൺ ചർച്ചിൽ. 3 പേര് പറഞ്ഞ പോയിന്റ് ക്ലിയർ ആണേ? ഗാന്ധിജി പറഞ്ഞത്, ഡേവിഡ് കാമറൂൺ പറഞ്ഞത്, വിൻസ്റ്റൺ ചർച്ചിൽ പറഞ്ഞത്. ഓക്കെയാണേ? നോക്കുക, ഗാന്ധിജി
opined that the Hunter Commission report was an attempt to whitewash the work of British officials. ഗാന്ധിജി പറഞ്ഞൊരു മറ്റൊരു അഭിപ്രായമാണ് ഹണ്ടർ കമ്മീഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നത് ആൻ അറ്റംപ്റ്റ് ടു വൈറ്റ് വാഷ് ദ ബ്രിട്ടീഷ് ഒഫീഷ്യൽസ്, ബ്രിട്ടീഷ് ഒഫീഷ്യൽസിനെ വൈറ്റ് വാഷ് ചെയ്യാനുള്ള, വെള്ള പൂശാനുള്ള ഒരു ശ്രമം മാത്രമാണ് ഹണ്ടർ കമ്മീഷൻ എന്ന് പറഞ്ഞത്. അറ്റംപ്റ്റ് ടു വൈറ്റ് വാഷ് വർക്ക് ഓഫ് ബ്രിട്ടീഷ് ഒഫീഷ്യൽസ്, ബ്രിട്ടീഷ് ഒഫീഷ്യൽസ് കാണിച്ച തെറ്റിനെ വെള്ള പൂശാനുള്ളൊരു ശ്രമം മാത്രമാണ് ഹണ്ടർ കമ്മീഷൻ എന്ന് പറഞ്ഞത് ഗാന്ധിജിയാണ്. ഗാന്ധിജി അങ്ങനെ പറഞ്ഞതിൻ്റെ കാരണം കുറച്ച് മുമ്പ് നമ്മൾ പറഞ്ഞു. ഹണ്ടർ കമ്മീഷൻ എന്ന റിപ്പോർട്ട് കൊടുത്തത് സൈന്യത്തിനെയൊക്കെ വിമർശിച്ചു, പക്ഷേ ചില കാര്യങ്ങൾ ബ്രിട്ടീഷുകാർ ചെയ്തത് ശരിയാണ് എന്നൊരു നടപടി ആരെടുത്തു? ഹണ്ടർ കമ്മീഷൻ എടുത്തു. അതുകൊണ്ടാണ് ഗാന്ധിജി ഇങ്ങനെ പറഞ്ഞത്. ഓക്കെ, ആൻഡ് അൺസ്പീക്കബിൾ ആക്ട് ഓഫ് ക്രൂവൽറ്റി, പറയാൻ പറ്റാത്ത ക്രൂരതയുടെ ഒരു പ്രതീകം എന്ന് വിളിച്ച വ്യക്തിയാണ് വിൻസ്റ്റൺ ചർച്ചിൽ. വിൻസ്റ്റൺ ചർച്ചിൽ പറഞ്ഞതാണ് ആൻ അൺസ്പീക്കബിൾ ആക്ട് ഓഫ് ക്രൂവൽറ്റി, പറയാൻ പോലും പറ്റാത്തത്രയും ക്രൂരമായിട്ടുള്ളൊരു സംഭവം എന്ന് വിളിച്ച വ്യക്തിയാണ് വിൻസ്റ്റൺ ചർച്ചിൽ. ഓക്കെ, ആൻ അൺസ്പീക്കബിൾ ആക്ട് ഓഫ് ക്രൂവൽറ്റി, ഓക്കെ എന്ന് പറഞ്ഞത് വിൻസ്റ്റൺ ചർച്ചിലാണ്. സാത്താനിക് ഇൻസിഡന്റ്, പൈശാചിക സംഭവം എന്ന് പറഞ്ഞ വ്യക്തിമാര് തന്നെയാണ് വിൻസ്റ്റൺ ചർച്ചിൽ തന്നെയാണ്. ഓക്കെ, ക്ലിയർ. പ്രിവെന്റീവ് മർഡർ എന്ന് ജാലിയൻ വാലാബാഗിനെ വിശേഷിപ്പിച്ച വ്യക്തിയാണ് എഡ്വിൻ മൊണ്ടേഗു. ഓക്കെ, പ്രിവെന്റീവ് മർഡർ എന്ന് ജാലിയൻ വാലാബാഗിനെ വിശേഷിപ്പിച്ച വ്യക്തിയാണ് എഡ്വിൻ മൊണ്ടേഗു. ഓക്കെ, റൂത്ത്ലെസ് മർഡർ എന്ന് വിശേഷിപ്പിച്ച വ്യക്തിയാണ് CF ആൻഡ്രൂസ്. അത് രണ്ടും ഒന്ന് പഠിച്ചു വയ്ക്കുക. പ്രിവെന്റീവ് മർഡർ എന്ന് വിശേഷിപ്പിച്ച വ്യക്തി എഡ്വിൻ മൊണ്ടേഗു ആണ്. എങ്കിൽ റൂത്ത്ലെസ് മർഡർ എന്ന് വിശേഷിപ്പിച്ച വ്യക്തിയാണ് CF ആൻഡ്രൂസ്. റൂത്ത്ലെസ് മർഡർ എന്ന് വിശേഷിപ്പിച്ച വ്യക്തിയാണ് CF ആൻഡ്രൂസ്. ബ്ലാക്ക് ഡേ ഇൻ ദ ഹിസ്റ്ററി ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ എന്ന് വിളിച്ച വ്യക്തി, ബ്രിട്ടീഷ് ഇന്ത്യയിലെ അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഇന്ത്യ ചരിത്രത്തിലെ ബ്ലാക്ക് ഡേ എന്ന് വിളിച്ച വ്യക്തിയാണ് വാലന്റൈൻ ഷിറോൾ. ഓക്കെ, ക്ലിയർ. വാലന്റൈൻ ഷിറോൾ എന്നാ വിളിച്ചത് ബ്ലാക്ക് ഡേ ഇൻ ദ ഹിസ്റ്ററി ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ, ബ്രിട്ടീഷ് ഇന്ത്യ ചരിത്രത്തിലെ ഒരു കറുത്ത ദിനം എന്ന് വിളിച്ചത് വാലന്റൈൻ ഷിറോളാണ്. അപ്പോൾ ജാലിയൻ വാലാബാഗിനെ ഓരോ ആളുകളും കണ്ട കാഴ്ചപ്പാട് അല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങളാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇത്രയുമാണ് ഈ ജാലിയൻ വാലാബാഗുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ കഥ ഇതുവരെ റൗലറ്റായിട്ട് വരെ നമ്മൾ പഠിച്ചു. ശേഷം നമ്മൾ ജാലിയൻ വാലാബാഗ് കഴിഞ്ഞു. നമ്മൾ പഠിക്കുന്നത് ഗാന്ധിജിയെ കുറിച്ചിട്ടാണ്. ഇനി ഈ 1919-20 കാലഘട്ടത്തിൽ നിന്ന സംഭവങ്ങളാണ് നമ്മൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 1920 നടന്ന മറ്റൊരു സംഭവം, അതാണ് ഞാൻ നോട്ടെന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. ഗാന്ധിജി വാസ് ഇലക്റ്റഡ് ആസ് ദ പ്രസിഡന്റ് ഓഫ് ഓൾ ഇന്ത്യ ഹോം റൂൾ ലീഗ്. ഗാന്ധിജി ഓൾ ഇന്ത്യ ഹോം റൂൾ ലീഗിൻ്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട വർഷം ചോദിച്ചാൽ പറയുക അത് 1920-ലാണ്. ഞാൻ കറക്റ്റ് എല്ലാ കാര്യങ്ങളും ഒരു ടൈം ലൈൻ പോലെയാണ് തന്നിരിക്കുന്നത്. നമ്മളിപ്പോൾ പറഞ്ഞത് 1919-20 കാലഘട്ടത്തിലാണ്. 19 റൗലറ്റിനെതിരെയൊക്കെ സമരം നടക്കുന്നു. അത് ജാലിയൻ വാലാബാഗ് പോലെയുള്ള വലിയ പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നു. ശേഷം 20 എന്ത് ചെയ്യുന്നു? ഗാന്ധിജി ഓൾ ഇന്ത്യ ഹോം റൂൾ ലീഗിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഏകദേശം 20-22 കാലഘട്ടങ്ങളിൽ ഗാന്ധി നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമര രീതിയാണ് നോൺ കോർപ്പറേഷൻ മൂവ്മെൻറ്റ്, നിസ്സഹകരണ പ്രസ്ഥാനം എന്ന് പറയുന്നത്. നിസ്സഹകരണ പ്രസ്ഥാനത്തെ പറ്റി ചില പോയിന്റുകളൊക്കെ നമ്മൾ അങ്ങുമൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിലും നമ്മുടെ പുസ്തകത്തിൻ്റെ സ്കൂൾ ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്സിനകത്തും ഇതുമായിട്ട് ബന്ധപ്പെട്ട ചില പോയിന്റുകൾ നമ്മൾ കണ്ടതാണ്. കുറച്ചും കൂടി ഡീപ്പായിട്ട് ഈ നിസ്സഹകരണ പ്രസ്ഥാനത്തെ പറ്റി നമുക്ക് പഠിക്കണം. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. നോൺ കോർപ്പറേഷൻ മൂവ്മെൻറ്റ്, നിസ്സഹകരണ പ്രസ്ഥാനം നടന്ന കാലഘട്ടം ഏകദേശം 20 മുതൽ 22 വരെയുള്ള കാലഘട്ടത്താണ് ഈ നോൺ കോർപ്പറേഷൻ മൂവ്മെൻറ്റ് നടന്നത് എന്ന് ഓർക്കുക. ഓക്കെ, പഠിച്ച കുറച്ച് പോയിന്റുള്ളത് ഞാനൊന്ന് സ്പീഡിനെ പറഞ്ഞു പോകും. നോക്കുക. ദ ഫസ്റ്റ് നാഷണൽ മൂവ്മെൻറ്റ് വാസ് ലേഡ് ബൈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ഗാന്ധിജി. അപ്പോൾ ആദ്യത്തെ നാഷണൽ മൂവ്മെൻ്റ് ആണ് ആരുടെ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ഗാന്ധിജി. അപ്പോൾ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ INC നടത്തിയ ആദ്യ ബഹുജന സമരമാണ് നോൺ കോർപ്പറേഷൻ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. ദ ഫസ്റ്റ് മാസ് മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യ ലേഡ് ബൈ ഗാന്ധിജി. ഗാന്ധിജി നയിച്ച ആദ്യത്തെ ബഹുജന സമരം, ഒരുപാട് ആളുകൾ പങ്കെടുത്ത ഒരു മാസ് മൂവ്മെൻ്റ് ആയിരുന്നു നോൺ കോർപ്പറേഷൻ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. സിമ്പിൾ പോയിൻ്റാണ്, അത് ഞാനിനി പറയുന്നില്ല. ഓക്കെ, ഗാന്ധിജി ഡിസൈഡ് ടു സ്റ്റാർട്ട് നോൺ കോർപ്പറേഷൻ മൂവ്മെൻറ്റ്. ഗാന്ധിജി ഈ നോൺ കോർപ്പറേഷൻ മൂവ്മെൻറ്റ് തുടങ്ങാൻ ആരംഭിച്ചത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1920 ഓഗസ്റ്റ് 1-നാണ്. 1920 ഓഗസ്റ്റ് 1-ാം തീയതി ഗാന്ധിജി എന്ത് ചെയ്യുന്നു? നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിക്കാനായിട്ട് തീരുമാനിക്കുന്നു. ഒരിക്കലും മറക്കരുത്, 1920 ഓഗസ്റ്റ് 1.
Okay, American biographer Louis Fisher wrote, non-corporation become a legendary era in India and the life of Mahatma Gandhi. ഒരു അമേരിക്കൻ ബയോഗ്രഫറാണ് ഈ ലൂയിസ് ഫിഷർ എന്ന് പറയുന്ന വ്യക്തി. ഇദ്ദേഹം എഴുതി വെച്ചതാണ് നോൺ കോർപ്പറേഷൻ മൂവ്മെന്റ് ബിക്കം എ ലെജൻഡറി ഇറ ഇൻ ഇന്ത്യ ആൻഡ് മഹാത്മാഗാന്ധിസ് ലൈഫ്. ഇന്ത്യയുടെ ചരിത്രത്തിലും മഹാത്മാഗാന്ധിയുടെ ജീവിതത്തിലും ഒരു ലെജൻഡറി ഇറയായിരിക്കും എന്തെന്ന് പറയുന്നത് ഈ നോൺ കോർപ്പറേഷൻ മൂവ്മെന്റ് എന്ന് പറഞ്ഞ വ്യക്തിയാണ് ലൂയിസ് ഫിഷർ. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, നോക്കുക. Gandhiji assured that if non-cooperation was carried forward successfully, India would achieve self-government within an year. ഈ നിസ്സഹകരണ പ്രസ്ഥാനം വളരെ സക്സസ്ഫുൾ ആയിട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ ഒരു വർഷത്തിനുള്ളിൽ ഇന്ത്യക്ക് എന്ത് കിട്ടും? സ്വാതന്ത്ര്യം കിട്ടും എന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? ഗാന്ധിജി പറഞ്ഞു. ആരാണ് നയിക്കുന്നത്? ഗാന്ധിജി തന്നെയാണ് നയിക്കുന്നത്. ഇത് ഗാന്ധിജി തന്നെ അങ്ങനെ പറഞ്ഞു. അപ്പോൾ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക, 1920 ഗാന്ധിജി പറഞ്ഞത് തുടങ്ങിയത്. സ്വാതന്ത്ര്യം കിട്ടിയത് 47 അപ്പോൾ അത് എത്രത്തോളം ഫലിച്ചു അല്ലെങ്കിൽ അതിനെന്ത് സംഭവിച്ചു എന്ന് നമുക്ക് പഠിക്കാം. ഓക്കെ, ലൂയിസ് ഫിഷർ പറഞ്ഞ ആ ഒരു പോയിന്റ് ഓർമ്മയുണ്ടേ? മറന്നു പോയിട്ടില്ലേ? ശരി, ബാക്കി നോക്കുക. Gandhi believed that by combining non-cooperation movement and Khilafat movement, India's two dominant religion communities, Hindus and Muslims, could come together and spell the end of British rule. ഇത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലെ ആ ഒരു പുസ്തകത്തിൻ്റെ ഭാഗത്ത് വിശദമായിട്ട് പറഞ്ഞതാണ്. ജസ്റ്റ് ചുമ്മാ പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്ത സംഭവമാണ്. ഈ ഖിലാഫത്ത് മൂവ്മെൻറ്റും നോൺ കോർപ്പറേഷൻ മൂവ്മെൻറ്റും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട് ഗാന്ധിജി ശ്രമിച്ചു. അങ്ങനെ കൊണ്ടുപോയാൽ എന്ത് സംഭവിക്കും? നമ്മുടെ ഇന്ത്യയിലെ ടു ഡോമിനൻ്റ് റിലീജിയൻ ആയിട്ടുള്ള ഹിന്ദുസും മുസ്ലിംസും ഒരുമിക്കും. അങ്ങനെ അവർ ഒരുമിച്ച് കഴിഞ്ഞാൽ അത് ബ്രിട്ടീഷ് റൂൾ എൻഡ് ചെയ്യാനായിട്ട് സഹായിക്കുമെന്ന് പാവം ഗാന്ധിജി വിശ്വസിച്ചു. ഗാന്ധിജി ബിലീവ്ഡ് ദാറ്റ് ഖിലാഫത്ത് മൂവ്മെൻറ്റ് ആൻഡ് നോൺ കോർപ്പറേഷൻ മൂവ്മെൻറ്റ് ഒരുമിച്ച് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഹിന്ദുസും മുസ്ലിംസും ഒരുമിക്കും. അങ്ങനെ ഒരുമിച്ച് കഴിഞ്ഞാൽ ബ്രിട്ടീഷ് റൂൾ എൻഡ് ആകുമെന്ന് ഗാന്ധിജി വിശ്വസിച്ചിരുന്നു. ദ പീരിയഡ് വെൻ ഖിലാഫത്ത് മൂവ്മെൻറ്റ് ആൻഡ് നാഷണൽ മൂവ്മെൻറ്റ്സ് വർക്ക് ടുഗദർ. ഈ ഖിലാഫത്ത് മൂവ്മെൻറ്റ് നമ്മുടെ ഇന്ത്യൻ ദേശീയതയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചത് അല്ലെങ്കിൽ നാഷണൽ മൂവ്മെൻറ്റ്സുമായിട്ട് വർക്ക് ചെയ്ത് പ്രവർത്തിച്ചത് ഈ നിസ്സഹകരണ കാലഘട്ടത്താണ്. ദ പീരിയഡ് ഓഫ് നോൺ കോർപ്പറേഷൻ്റെ കാലഘട്ടത്താണ് ഖിലാഫത്ത് മൂവ്മെൻറ്റ് നാഷണൽ മൂവ്മെൻറ്റുമായിട്ട് ചേർന്ന് പ്രവർത്തിച്ചത്. ഓക്കെ, ഇറ്റ് വാസ് ഗാന്ധിജി ഹു പ്രസൻറ്റഡ് ഇൻ ദ റെസൊല്യൂഷൻ ഓഫ് ദ നോൺ കോർപ്പറേഷൻ മൂവ്മെൻറ്റ് അറ്റ് ദ സ്പെഷ്യൽ സെക്ഷൻ ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഹെൽഡ് ഇൻ കൽക്കത്ത 1920. 1920 INCയുടെ ഒരു സ്പെഷ്യൽ സെക്ഷൻ കൽക്കത്തയിൽ നടക്കുന്നു. കുറച്ച് കാലം മുമ്പ് നമ്മൾ വളരെ ഡീപ്പായിട്ട് ഇത് പഠിച്ചതാണ്. അതൊന്നും മറന്നിരിക്കുന്നവരൊന്നും കൂടി ഓർക്കുക. 1902 സെക്ഷൻസ് നടക്കുന്നു. ഒരു സ്പെഷ്യൽ സെക്ഷൻ നടക്കുന്നു. നോർമലി നടക്കുന്നൊരു സെക്ഷൻ നടക്കുന്നു. അവിടെ അവർ ചർച്ച ചെയ്ത കാര്യങ്ങൾ എന്താണെന്നൊക്കെ ഒന്നൊന്ന് ഓർത്ത് നോക്കിയേ. ഈ പറയുന്ന നോൺ കോർപ്പറേഷൻ അല്ലേ? ഓർമ്മയില്ലാത്തൊരിക്കൽ കൂടി ക്ലാസ് കാണുകയോ ലെക്ചർ നോട്ട് എഴുതുന്നവർ നോട്ടൊന്ന് വായിച്ചു നോക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ നോട്ടൊക്കെ ജസ്റ്റ് ഒന്ന് മറിച്ച് നോക്കുകയോ ചെയ്യുക. അപ്പോൾ എന്തായാലും 1920 ഗാന്ധിജി പ്രമേയം അവതരിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, ദ കോൺഗ്രസ് കോൺഫറൻസ് ദാറ്റ് അപ്രൂവ്ഡ് ദ നോൺ കോർപ്പറേഷൻ മൂവ്മെൻറ്റ്, നാഗ്പൂർ കോൺഫറൻസ് 1920. ഓക്കെ, 1920 കൽക്കത്ത സ്പെഷ്യൽ സെക്ഷൻ വിളിച്ചിട്ട് ഗാന്ധിജി ഇങ്ങനൊരു സംഭവം അവതരിപ്പിക്കുന്നു. തൊട്ടടുത്ത അതേ വർഷം തന്നെ 20 നോർമലി നടക്കുന്ന കോൺഗ്രസ് സമ്മേളനം ഉണ്ടല്ലോ, ആ സമ്മേളനത്തിൽ എന്ത് ചെയ്യുന്നു? അത് INC അംഗീകരിക്കുന്നു. കൊള്ളാം, നല്ല പരിപാടി ചെയ്തോ എന്ന് പറയുന്നു. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്യുന്നു? ഗാന്ധിജി നോൺ കോർപ്പറേഷൻ മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. ദ മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് നോൺ കോർപ്പറേഷൻ മൂവ്മെൻറ്റ്, ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് അറ്റൈൻ സ്വരാജ്യം നേടുക, സ്വഭരണം നേടുക എന്നുള്ളതായിരുന്നു. ഓക്കെ, ക്ലിയർ ആണ്? പ്രോമിനന്റ് ലോയർ ഹു ഗേവ് ദെയർ പ്രാക്ടീസ് ഫോളോയിങ് ദ നോൺ കോർപ്പറേഷൻ മൂവ്മെൻറ്റ്. ഈ നോൺ കോർപ്പറേഷൻ മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ പ്രാക്ടീസ് ഉപേക്ഷിച്ച് വന്ന വക്കീലായിട്ടുള്ള വ്യക്തികളാണ് CR ദാസ്, മോത്തിലാൽ നെഹ്റു, രാജേന്ദ്ര പ്രസാദ്, ടി പ്രകാശം, ആസിഫ് അലി. അപ്പോൾ ഇവരൊക്കെ സ്വാതന്ത്ര്യ സമര സേനാനികളാണ്, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രവുമായിട്ട് വളരെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളാണ്. ഇവരെല്ലാം വക്കീലന്മാരായിരുന്നു, അഡ്വക്കേറ്റ്സ് ആയിരുന്നു. അവരെന്ത് ചെയ്തു? ഈ നോൺ കോർപ്പറേഷൻ മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ വക്കീൽ പ്രാക്ടീസ് ഉപേക്ഷിച്ചു. ഓക്കെ, അപ്പോൾ അങ്ങനെ വക്കീൽ പ്രാക്ടീസ് ഉപേക്ഷിച്ച് നോൺ കോർപ്പറേഷൻ മൂവ്മെൻറ്റുമായിട്ട് സഹകരിച്ച വ്യക്തികളാണ് ആരൊക്കെ? CR ദാസ്, മോത്തിലാൽ നെഹ്റു, രാജേന്ദ്ര പ്രസാദ്, ടി പ്രകാശം, ആസിഫ് അലി. ഓക്കെ, വുമൺ ഹു പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ നോൺ കോർപ്പറേഷൻ മൂവ്മെൻറ്റ് വേർ അറസ്റ്റഡ്. ഈ നോൺ കോർപ്പറേഷൻ മൂവ്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് അറസ്റ്റ് വരിക്കപ്പെട്ട 2 വനിതകളാണ് ഊർമിള ദേവിയും വാസന്തി ദേവിയും.
ഓക്കെ, ഊർമിള ദേവി, വാസന്തി ദേവി. പ്രത്യേകത, ഈ നിസ്സഹകരണ പ്രസ്ഥാനവുമായിട്ട് സഹകരിക്കുകയും അതിനെ തുടർന്ന് അറസ്റ്റ് വരിക്കപ്പെടുകയും ചെയ്ത 2 വനിതകളുടെ പേരാണ് ഊർമിള ദേവി, വാസന്തി ദേവി. ആ അഡ്വക്കേറ്റ് പ്രാക്ടീസ് ഉപേക്ഷിച്ച ആളുകളുടെ പേരൊന്ന് മനസ്സിലാലോചിച്ച് നോക്കി, ഒന്ന് ആലോചിച്ച് നോക്കി. കിട്ടിയില്ലേ? ശരി, നോക്കുക, ബാക്കി നോക്കുക. നാറ്റീവ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോംഡ് ആസ് ദ പാർട്ട് ഓഫ് നോൺ കോർപ്പറേഷൻ മൂവ്മെന്റ്. ഈ നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടുണ്ടായിട്ട് വന്ന നേറ്റീവ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. നേറ്റീവ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ജാമിയ മിലിയ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി, കാശി വിദ്യാപീഠം, ഗുജറാത്ത് വിദ്യാപീഠം ആൻഡ് ബീഹാർ വിദ്യാപീഠം. കാശി, ഗുജറാത്ത്, ബീഹാർ വിദ്യാപീഠങ്ങൾ, ജാമിയ മിലിയ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി, ഇവയൊക്കെ നോൺ കോർപ്പറേഷൻ മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിലുണ്ടായ നേറ്റീവ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് എന്നും കൂടി ഓർത്തു വയ്ക്കുക. ഇതിനൊക്കെ കാരണക്കാരനായ വ്യക്തി ഈ നോൺ കോർപ്പറേഷൻ മൂവ്മെൻറ്റ് തുടങ്ങിയ മഹാത്മാഗാന്ധി. നമ്മുടെ ടോപ്പിക്ക് മഹാത്മാഗാന്ധിയും സ്വാതന്ത്ര്യ സമരവും. ഓക്കെ അല്ലേ? പരസ്പരം കണക്റ്റഡ് ആണ് എല്ലാം. ക്ലിയർ? നോക്കുക. ഫണ്ട് സെറ്റപ്പ് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ഗാന്ധിജി ടു ഹെൽപ്പ് ദ നോൺ കോർപ്പറേഷൻ മൂവ്മെന്റ്. ഈ നിസ്സഹകരണ പ്രസ്ഥാനം മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് ഫണ്ടിന്റെ ആവശ്യമുണ്ട്. അങ്ങനെ ഇതിനു വേണ്ടിയിട്ടുള്ള ഫണ്ട് സമാഹരണത്തിന് വേണ്ടിയിട്ട് ഗാന്ധിജി ഉണ്ടാക്കിയ ഒരു സംഭവമാണ് തിലക് സ്വരാജ് ഫണ്ട്. തിലക് സ്വരാജ് ഫണ്ട്. ഫണ്ട് സെറ്റപ്പ് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ഗാന്ധിജി. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയൊരു ഫണ്ടാണ്, ഫണ്ട് സമാഹരണ പരിപാടിയാണ് എന്ന് പറയുന്നത് തിലക് സ്വരാജ് ഫണ്ട്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നോൺ കോർപ്പറേഷൻ മൂവ്മെൻറ്റ് സക്സസ് ആക്കാൻ വേണ്ടിയിട്ട് ആണ്. ഓക്കെ, നോക്കുക. ഡിമോൺസ്ട്രേഷൻസ്, പൊളിറ്റിക്കൽ മീറ്റിംഗ്സ് ആൻഡ് ഹർത്താൽ വെയർ ഓർഗനൈസ്ഡ് എഗനിസ്റ്റ് ദ വിസിറ്റ് ഓഫ് പ്രിൻസ് വെയിൽസ്. Against the visit of Prince Wales to India in 1921 as the part of നോൺ കോർപ്പറേഷൻ മൂവ്മെൻറ്റ്. 1920 നോൺ കോർപ്പറേഷൻ മൂവ്മെൻറ്റ് തുടങ്ങി. 22 വരെ അത് നടന്നു. 21 പ്രിൻസ് ഓഫ് വെയിൽസ് രാജകുമാരൻ ഇന്ത്യയിലേക്ക് വരാനായിട്ട് തീരുമാനിക്കുന്നു. അപ്പോൾ വെയിൽസ് രാജകുമാരൻ ഇന്ത്യയിലേക്ക് വരുന്നതിനെ തടയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെതിരായിട്ട് ഇവിടെ എന്ത് നടക്കുന്നു? പ്രകടനങ്ങളും പബ്ലിക് മീറ്റിങ്ങുകളും ഹർത്താലുകളൊക്കെ നടക്കുന്നു. എന്തിൻ്റെ ഭാഗമായിട്ട്? നോൺ കോർപ്പറേഷൻ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട്. ക്ലിയർ ആയോ? ഒന്നുമില്ല. ഈ വെയിൽസ് രാജകുമാരൻ ഇന്ത്യയിലോട്ട് വരുന്നു. ആ സമയം ഇവിടെ നോൺ കോർപ്പറേഷൻ മൂവ്മെൻറ്റ് നടക്കുന്ന കാലഘട്ടമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുന്നു? അദ്ദേഹം വരുന്നതിനെതിരായിട്ട് ഇവിടെ പൊതുവായിട്ടുള്ള മീറ്റിങ്ങുകളും പ്രകടനങ്ങളും ഹർത്താലുകളൊക്കെ നടത്താൻ തുടങ്ങി. ആര്? ഗാന്ധിജിയുടെ നേതൃത്വത്തിലുള്ള സ്വാതന്ത്ര്യ സമര സേനാനികളും. ഓക്കെ, ഏത് വർഷം എന്ന് ചോദിച്ചാൽ 21. ദ നോൺ കോർപ്പറേഷൻ മൂവ്മെൻറ്റ് വാസ് ബേസ്ഡ് ഓൺ 2 ടൈപ്പ് ഓഫ് ആക്ഷൻസ്. പ്രധാനമായിട്ടും 2 ടൈപ്പ് ഓഫ് ആക്ഷൻസ് ആണ് അവർ കൊണ്ടുവന്നത്. ഒന്ന് ബോയ്ക്കോട്ട്, ബഹിഷ്കരണം. മറ്റത് ക്രിയേറ്റീവ് ആക്ടിവിറ്റീസ്. ക്രിയേറ്റീവ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കുറച്ചുകൂടെ ക്രിയേറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ബോയ്ക്കോട്ട് ആക്ടിവിറ്റീസ് വരുന്നതെന്ന് വെച്ചാൽ ബോയ്ക്കോട്ട് ഫോറിൻ ക്ലോത്ത്സ് ബോയ്ക്കോട്ട് ചെയ്യുക, ടാക്സ് ഇവേഷൻ, നികുതി നിഷേധിക്കുക, അബൻമെൻറ്റ് ഓഫ് പൊസിഷൻസ് ആൻഡ് ഡ്യൂട്ടീസ്, അവരുടെ എന്താണ് ഡ്യൂട്ടീസും പൊസിഷൻസും പദവികളൊക്കെ ബഹിഷ്കരിക്കുക, ബോയ്ക്കോട്ട് കോടതിയെ ബഹിഷ്കരിക്കുക, ബോയ്ക്കോട്ട് ഒഫീഷ്യൽ സെറിമണീസ്, പൊതു ചടങ്ങുകളെ ബഹിഷ്കരിക്കുക. ഇതൊരു രീതി. ഈ നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ നിസ്സഹകരണം എന്ന് പറഞ്ഞാൽ എന്താ? സഹകരിക്കാതിരിക്കുക. അത് 2 രീതിയിലാണ് നടപ്പിലാക്കിയത്. ഒന്ന് ബഹിഷ്കരിക്കുക, കോടതികൾ, നികുതി നിഷേധിക്കുക, നികുതി കൊടുക്കാതിരിക്കുക. അപ്പോൾ ഇന്ത്യക്കാരായിട്ടുള്ള ചില ആളുകൾക്കൊക്കെ എന്തുണ്ട്? ബ്രിട്ടീഷുകാർ ചില പൊസിഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഉപേക്ഷിക്കുക. ബ്രിട്ടീഷല്ലേ ഭരിക്കുന്നത്. അപ്പോൾ അവർ ചെയ്യുന്ന ഡ്യൂട്ടീസ് എന്ന് പറയുന്ന ആർക്ക് വേണ്ടിയിട്ടായിരിക്കും? ബ്രിട്ടീഷുകാർക്ക് വേണ്ടിയിട്ടായിരിക്കും. ആ ഡ്യൂട്ടീസ് ഉപേക്ഷിക്കുക, കോടതികളെ ബഹിഷ്കരിക്കുക. അങ്ങനെ എല്ലാ കാര്യങ്ങളെയും ബഹിഷ്കരിക്കുന്ന ഒരു രീതി. രണ്ടാമത്തെ രീതി ക്രിയേറ്റീവ് ആക്ടിവിറ്റീസ്. കുറച്ചും കൂടി ക്രിയേറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയുള്ളതാണ് സ്വദേശി ക്യാമ്പയിൻ നടക്കുക. ഹിന്ദു മുസ്ലിം യൂണിറ്റി, ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ഒരുമിപ്പിക്കുക. അൺടച്ചബിലിറ്റി സ്റ്റോപ്പ് ചെയ്യുക, അൺടച്ചബിലിറ്റി നിർത്തലാക്കുക, സ്റ്റോപ്പ് ചെയ്യുക. ഐത്തോച്ചാടനം നടത്തുക. ഖാദി ക്ലോത്തിങ് പ്രൊമോഷൻ, ഖാദി എന്ത് ചെയ്യുക? പ്രൊമോട്ട് ചെയ്യുക. എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് നാഷണൽ സ്കൂളുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യുക. പ്രൊഹിബിഷൻ ഓഫ് ആൽക്കഹോൾ പ്രൊഹിബിറ്റ് ചെയ്യുക. ചർക്ക ആൻഡ് ഖാദി, ചർക്കയെയും ഖാദിയൊക്കെ എന്ത് ചെയ്യുക? കുറച്ചും കൂടിയൊക്കെ പ്രൊമോട്ട് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ്
ക്രിയേറ്റീവ് ആക്ടിവിറ്റീസ്. അപ്പോൾ ഈ സ്വദേശി മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് ടൈപ്സ്, ഒന്ന് ബോയ്ക്കോട്ട്, മറ്റത് ക്രിയേറ്റീവ് ആക്ടിവിറ്റീസ്. ബോയ്ക്കോട്ട് എന്ന് പറഞ്ഞാൽ കോടതികൾ, വിദേശ വസ്ത്രങ്ങൾ, പൊസിഷൻസ്, ഡ്യൂട്ടീസ്, അതുപോലെ ഒഫീഷ്യൽ സെറിമണീസ് എല്ലാത്തിനെയും ബോയ്ക്കോട്ട് ചെയ്യുക. മറ്റേന്ന് പറയുന്നത് എന്ത് ചെയ്യുക, ഇത് കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വയ്ക്കുക. സ്വദേശി ക്യാമ്പയിൻ നടത്തുക, ഹിന്ദു മുസ്ലിം യൂണിറ്റി കൊണ്ടുവരിക, അൺടച്ചബിലിറ്റി സ്റ്റോപ്പ് ചെയ്യുക, ഖാദിയെ പ്രൊമോട്ട് ചെയ്യുക, നാഷണൽ സ്കൂൾസ് ഉണ്ടാക്കുക, ആൽക്കഹോളിൽ പ്രൊഹിബിറ്റ് ചെയ്യുക, തടയുക, ചർക്കയും ഖാദിയൊക്കെ പ്രൊമോട്ട് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ ക്രിയേറ്റീവായിട്ട് ആക്ടിവിറ്റീസ് ആണ്. അപ്പോൾ ഇതൊക്കെ എന്തിൻ്റെ ഭാഗമായിട്ട് നടന്നു ഇന്ത്യയിൽ? നമ്മുടെ നോൺ കോർപ്പറേഷൻ മൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ നടന്ന കാര്യങ്ങളാണ് എന്നുകൂടി ഓർത്ത് വച്ചേക്കുക. ക്ലിയർ അല്ലേ? കുറച്ച് പാടല്ല, നമുക്കൊരു മടുപ്പുണ്ടാകും. കാര്യം ചരിത്രമാണ് പഠിക്കുന്നത്, നമ്മളിങ്ങനെ പറഞ്ഞു പോവുകയാണ്. സ്വാഭാവികമായിട്ടും കുറച്ചൊരു ബുദ്ധിമുട്ട് നമുക്കുണ്ടാവും. പക്ഷേ ബുദ്ധിമുട്ടിയാലും പഠിച്ചേ പറ്റൂ. ഈ ഒരു മേഖലയിൽ നിന്നൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റാവുന്ന ചാൻസ് ഉള്ള മേഖലകളാണ്. ഓക്കെ, നോക്കുക. വൈസ്രോയി വെൻ ദ നോൺ കോർപ്പറേഷൻ മൂവ്മെൻറ്റ് സ്റ്റാർട്ടഡ്. നോൺ കോർപ്പറേഷൻ മൂവ്മെൻറ്റ് തുടങ്ങിയ സമയത്തെ വൈസ്രോയി ആരായിരുന്നോ ചോദിച്ചിരിക്കുന്നത്? അത് ലോർഡ് ചെംസ്ഫോർഡ് ആണ്. നമുക്ക് ഈസി ആയിട്ട് കിട്ടും. ഈ 19, 20 ആ കാലഘട്ടങ്ങളിൽ ലോർഡ് ചെംസ്ഫോർഡ് ആയിരുന്നു ദ വൈസ്രോയി വെൻ ദ നോൺ കോർപ്പറേഷൻ മൂവ്മെൻറ്റ് റീച്ച്ഡ് അറ്റ് ഇറ്റ്സ് പീക്ക് ആൻഡ് വാസ് വിഡ്രോഡ്. ഈ നോൺ കോർപ്പറേഷൻ മൂവ്മെൻറ്റ് ഇതിൻ്റെ പീക്കിലെത്തി. ഇങ്ങനെ ഓരോ പരിപാടികൾ നടത്തി അങ്ങ് എക്സ്ട്രീം ആയ സമയത്ത് ഇത് പിൻവലിച്ചു, വിഡ്രോ ചെയ്തു. ആ വിഡ്രോ ചെയ്ത സമയത്തെ വൈസ്രോയിയാണ് ലോർഡ് റീഡിംഗ് പ്രഭു. ഓക്കെ, അപ്പോൾ നോൺ കോർപ്പറേഷൻ മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ശ്രദ്ധിക്കണം, അത് സ്റ്റാർട്ട് ചെയ്ത വൈസ്രോയിയും അത് നിരോധിച്ച വൈസ്രോയിയും അല്ല. അത് തുടങ്ങുന്ന സമയത്തെ വൈസ്രോയി, അത് തുടങ്ങാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാരെ കൊണ്ടുവന്ന നടപടിയല്ല, ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന നടപടിയാണ്. അപ്പോൾ അത് നടക്കുന്ന സമയത്ത് വൈസ്രോയി ലോർഡ് ചെംസ്ഫോർഡും, അത് വിഡ്രോ ചെയ്യുന്ന സമയത്ത് പിൻവലിക്കുന്നതും ലോർഡ് റീഡിംഗ് വിഡ്രോ ചെയ്തു എന്നല്ല എൻ്റെ അർത്ഥം. വിഡ്രോ ചെയ്യുന്ന സമയത്തെ ബ്രിട്ടീഷ് വൈസ്രോയി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അത് ലോർഡ് റീഡിംഗ് ആണ്. ഓക്കെ, നോക്കുക. കോൺഗ്രസ് സെക്ഷൻ ദാറ്റ് ഡിക്ലെയർഡ് ദ സപ്പോർട്ട് ഫോർ ദ നോൺ കോർപ്പറേഷൻ മൂവ്മെൻറ്റ്. നോൺ കോർപ്പറേഷൻ മൂവ്മെൻറ്റോട് സപ്പോർട്ട് കൊടുത്ത കോൺഗ്രസ് സെക്ഷനാണ് കൽക്കത്ത സ്പെഷ്യൽ സെക്ഷൻ ഓഫ് 1920. അതിൻ്റെ പ്രസിഡന്റ് ലാലാ ലജ്പത് റായി. ഓക്കെ, ഈ ഡിക്ലെയർ ദ സപ്പോർട്ട് ഓഫ് നോൺ കോർപ്പറേഷൻ മൂവ്മെൻറ്റ്, നിസ്സഹകരണ പ്രസ്ഥാനം എന്ന് പറയുന്ന ആശയം ഗാന്ധിജി അവതരിപ്പിച്ച ആശയത്തിനെ കോൺഗ്രസ് എന്ത് ചെയ്യുന്നു? സപ്പോർട്ട് ചെയ്ത് കൊടുത്ത ആ ഒരു സമ്മേളനം കൽക്കത്ത സ്പെഷ്യൽ സെക്ഷനാണ്. ദ ആനുവൽ കോൺഗ്രസ് സെക്ഷൻ ദാറ്റ് അപ്രൂവ്ഡ് ദ നോൺ കോർപ്പറേഷൻ മൂവ്മെൻറ്റ്. നമുക്ക് ഇങ്ങനെ ഒരു പരിപാടി ചെയ്യാമെന്നുള്ള അപ്രൂവ് കൊടുത്ത കോൺഗ്രസ് സെക്ഷനാണ് നാഗ്പൂർ സെക്ഷൻ 20. അതിൻ്റെ അധ്യക്ഷനായിരുന്നു വിജയരാഘവാചാരി. ഈ 2 പോയിന്റ് നമ്മൾ നമ്മുടെ INCയുടെ സമയത്ത് വിശദമായിട്ട് പറഞ്ഞതാണ്. സോ ഒരുപാട് സമയം ഞാൻ കളയുന്നില്ല. ഒന്ന്, ഗാന്ധിജി അവതരിപ്പിച്ചപ്പോൾ അതിനെന്ത് ചെയ്തു? സപ്പോർട്ട് ചെയ്തു. 2, അത് ഒഫീഷ്യലി അത് അപ്രൂവ് ചെയ്തു. നമുക്കത് ചെയ്യാമെന്ന് ഒഫീഷ്യലി പറഞ്ഞു. 2ഉം 20 തന്നെയാണ്. ഒന്ന് കൽക്കത്ത സ്പെഷ്യൽ സെക്ഷനും മറ്റത് നാഗ്പൂരിലെ ആനുവൽ സെക്ഷനും. സ്പെഷ്യൽ സെക്ഷൻ്റെ അധ്യക്ഷൻ ലജ്പത് റായി, മറ്റത് വിജയരാഘവാചാരി. ക്ലിയർ അല്ലേ? നോക്കുക, ഒബ്ജക്റ്റീവ്സ് ഓഫ് നോൺ കോർപ്പറേഷൻ മൂവ്മെൻറ്റ്. നോൺ കോർപ്പറേഷൻ മൂവ്മെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്, ഒന്ന്, ടു ഫൈൻഡ് ദ സൊല്യൂഷൻ ടു ദ പ്രോബ്ലംസ് ഇൻ പഞ്ചാബ്. പഞ്ചാബിലാണ് ഈ റൗലറ്റ് ആക്ടിനെതിരെ പ്രക്ഷോഭങ്ങൾ നടക്കുന്നു, അത് വയലൻ്റ് ആകുന്നു, ജാലിയൻ വാലാബാഗ് ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ നടക്കുന്നതൊക്കെ പഞ്ചാബിലാണ്. അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരം കണ്ടുപിടിക്കുക എന്നുള്ളത് ഒരു പ്രധാന ഒബ്ജക്റ്റീവായിരുന്നു. ടു ഫൈൻഡ് ദ സൊല്യൂഷൻ ടു ദ പ്രോബ്ലംസ് ഇൻ പഞ്ചാബ്. പഞ്ചാബിലെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടുപിടിക്കുക. ടു റിസോൾവ് ഇഷ്യൂസ് റിലേറ്റഡ് ടു ഖിലാഫത്ത്. ഖിലാഫത്തുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുക, രണ്ടാമത്തൊരു ഒബ്ജക്റ്റീവ്. അച്ചീവ് സ്വരാജ് അച്ചീവ് ചെയ്യുക, അതായിരുന്നു മെയിൻ ഗോളെന്ന് പറയുന്നത്. അച്ചീവ് സെൽഫ് റൂൾ ഇൻ ഇന്ത്യ. ഇന്ത്യക്ക് സ്വരാജ്യം ഉണ്ടാക്കി കൊടുക്കുക, ഇന്ത്യക്കാർക്ക് തന്നെ ഭരണം നടത്താൻ പറ്റുന്നൊരു സംവിധാനം ഉണ്ടാക്കുക എന്നുള്ളത്. പ്രൊമോട്ട് സ്വരാജ് ആൻഡ് സ്വദേശി മൂവ്മെൻറ്റ്. സ്വദേശി മൂവ്മെൻറ്റിനെയും സ്വരാജിനെയും പ്രൊമോട്ട് ചെയ്യുക. ബോയ്ക്കോട്ട് ബ്രിട്ടീഷ് മെയ്ഡ് ഗുഡ്സ്. ബ്രിട്ടീഷുകാരുണ്ടാക്കുന്ന വസ്തുക്കളെ ബഹിഷ്കരിക്കുക. ടു സ്റ്റാർട്ട് നാഷണലി. നമ്മൾ കുറച്ചു മുമ്പ് പഠിച്ചത് തന്നെയാണ്. ഡോണ്ട് പേ ടാക്സ്. ഇതൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അച്ചീവ് സ്വരാജ് എന്നുള്ളതാണ്. അതുപോലെ പഞ്ചാബിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളതും ഖിലാഫത്തുമായിട്ടുള്ള പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുക എന്നുള്ളതും നമ്മുടെ നോൺ കോർപ്പറേഷൻ മൂവ്മെൻറ്റ്, നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട 2 പോയിന്റുകളായിരുന്നു. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? നോക്കുക,
നോക്കുക, ദ മെയിൻ പ്രോഗ്രാംസ് പ്രൊപ്പോസ്ഡ് ബൈ ഗാന്ധിജി ആസ് ദ പാർട്ട് ഓഫ് മൂവ്മെന്റ്. ഈ ഖിലാഫത്ത് പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് ഗാന്ധിജി മുമ്പോട്ട് വെച്ച ചില ആശയങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ ചില പരിപാടികളാണ്. ഒന്ന് ബോയ്ക്കോട്ട് കോട്ട്, ഇത് പരസ്പരം കണ്ടു ചെയ്ത് വയ്ക്കാൻ കേട്ടോ, എല്ലാം ഒരുപോലെ തന്നെ ഇരിക്കുന്നത്. ബോയ്ക്കോട്ട് കോട്ട്സ്, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇലക്ഷൻ, ഒഫീഷ്യൽ ഈവൻറ്റ്സ്, ബ്രിട്ടീഷ് പ്രൊഡക്ട്സ് എക്സെട്ര. ബ്രിട്ടീഷുകാര കോടതികൾ, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, ബ്രിട്ടീഷുകാരുടെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട്. നമ്മൾ ഈ സ്വദേശി മൂവ്മെൻറ്റ് പഠിച്ചിട്ടുണ്ടല്ലോ. ഈ സ്വദേശി മൂവ്മെൻറ്റിൽ ശരിക്കും ബോയ്ക്കോട്ട് എന്ന് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ അന്ന് എല്ലാത്തിനെയും അടച്ചൊന്നും എന്ത് ചെയ്തിട്ടില്ല, ബഹിഷ്കരിച്ചിട്ടില്ല. പക്ഷേ ഇവിടെ ഗാന്ധിജി പറയുന്നു എല്ലാത്തിനെയും. ബ്രിട്ടീഷുകാരെ കോടതി, അവരന്മാരുണ്ടാക്കിയ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട്, അവർ നടത്തുന്ന ഇലക്ഷൻസ്, അതുപോലെ ഒഫീഷ്യൽ ഈവൻറ്റ്സ്, പൊതുപരിപാടികൾ, ബ്രിട്ടീഷ് പ്രൊഡക്ട്സ്, അങ്ങനെ സകല സാധനങ്ങളും ബഹിഷ്കരിക്കാനായിട്ട് ഗാന്ധിജി എന്ത് ചെയ്യുന്നു, മുന്നോട്ടൊരാശയം കൊണ്ടുവയ്ക്കുന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് ഡോണ്ട് പേ ടാക്സ്, ഒരു കാരണവശാലും ടാക്സ് അടയ്ക്കാൻ പാടില്ല. ഗാന്ധിജി പ്രപ്പോർട്ട് ചെയ്ത ഐഡിയകളാണ് ഈ പറയുന്നത്. ഓക്കെ, റിലിംഗ്വിഷ് ദ ഹോണർ, ടൈറ്റിൽ ആൻഡ് പൊസിഷൻ ബെസ്റ്റഡ് അപ് ടു ദ യു ബൈ ദ ബ്രിട്ടീഷ് ഗവൺമെൻറ്. ബ്രിട്ടീഷ് ഗവൺമെൻറ് നമുക്ക് എന്തെങ്കിലും രീതിയിൽ തന്നിട്ടുള്ള അവാർഡുകളൊക്കെ എന്ത് ചെയ്യുക, തിരിച്ചു കൊടുക്കുക. ഹോണർ, അവാർഡുകൾ, ടൈറ്റിൽ, ബഹുമതികൾ, അതുപോലെ നമ്മുടെ സ്ഥാനങ്ങളൊക്കെ തിരിച്ചു കൊടുക്കുക. ഒന്നും വേണ്ട, എല്ലാം നിങ്ങൾ കൊണ്ടുപോകും. നമുക്ക് സ്വരാജാണ് വേണ്ടത്, ഇത് നമ്മുടെ രാജ്യമാണ്. ആ ഒരു രീതിയിൽ ഗാന്ധിജി കുറേ ആശയങ്ങൾ മുൻപോട്ട് വെച്ചു എന്നുള്ളതാണ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ ഒരു 3 പോയിന്റുകളാണ് ഗാന്ധിജി പ്രധാനമായിട്ടും മുമ്പോട്ട് വെച്ച ഐഡിയകളെന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണ്? ശരി, നോക്കുക. വുമൻസ്, വർക്കേഴ്സ് ആൻഡ് ഫാർമേഴ്സ് ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ നോൺ കോർപ്പറേഷൻ മൂവ്മെന്റ്. ഈ നോൺ കോർപ്പറേഷൻ മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് ഒരുപാട് സ്ത്രീകൾ, അതുപോലെ തന്നെ കൂലിപ്പണിക്കാർ, അതുപോലെ കൃഷിക്കാരൊക്കെ എന്ത് ചെയ്തു, വളരെ ആക്റ്റീവായിട്ട് ഈ നോൺ കോർപ്പറേഷൻ മൂവ്മെന്റിൽ പങ്കെടുത്തിട്ടുണ്ട്. 100 വുമൻസ് ക്യാൻ കം ഔട്ട് ദ പാർട്ടിസിപ്പേറ്റ് ഇൻ ദ പ്രൊട്ടസ്റ്റ് അബോണ്ടിങ് ദെയർ വെയിൽസ്. മെനി ഓഫ് ദം ഡൊണേറ്റ് ദെയർ ജ്വല്ലറീസ് ടു സത്യാഗ്രഹ ഫണ്ട്. ശ്രദ്ധിക്കുക, ഒരു 100 കണക്കിന് വനിതകൾ എന്ത് ചെയ്തു, ഈ പ്രൊട്ടസ്റ്റിൻ്റെ ഭാഗമായിട്ട് വന്നു ചേർന്നു. അബോണ്ടിങ് ദെയർ വെയിൽസ് എന്ന് പറഞ്ഞാൽ അവരുടെ മുഖപടം ഉപേക്ഷിച്ച്, അതായത് പർദ്ദ ഉപേക്ഷിച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് സ്ത്രീകൾ അവരുടെ ഈ നോൺ കോർപ്പറേഷൻ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് പങ്കുചേർന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മെനി ഓഫ് ദം ഡൊണേറ്റ് ദെയർ ജ്വല്ലറി. ഒരുപാട് ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, അവരുടെ സ്വർണ്ണമൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ സത്യാഗ്രഹ ഫണ്ടിന് വേണ്ടിയിട്ട് ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് സ്ത്രീ പങ്കാളിത്തം നമ്മുടെ ഈ നിസ്സഹകരണ പ്രസ്ഥാനത്തിന് ഉണ്ടായിരുന്നു എന്നാണ് ഈ പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണ്? അപ്പോൾ സ്ത്രീ പങ്കാളിത്തം വലിയ രീതിയിൽ ഈ നോൺ കോർപ്പറേഷൻ മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു. അവരുടെ മുഖപടം, പർദ്ദ ഉപേക്ഷിച്ച് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പറയുന്നതിന് പങ്കെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അങ്ങനെ വന്ന സ്ത്രീകളിൽ ഒരുപാട് പേര് അവരുടെ ജ്വല്ലറീസ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, സത്യാഗ്രഹ ഫണ്ടിന് വേണ്ടിയിട്ട് സംഭാവന ചെയ്തിട്ടുണ്ട്. സത്യാഗ്രഹ ഫണ്ടിൻ്റെ പേരെന്തായിരുന്നു? തിലക് സ്വരാജ് ഫണ്ട്. ഓക്കെ, ശരി, നോക്കുക. ദ മൂവ്മെന്റ് വാസ് എനർജൈസ്ഡ് ബൈ ദ ബ്രില്യന്റ് സ്ട്രൈക്ക് ബൈ റെയിൽവേ വർക്കേഴ്സ് ഇൻ ആസാം ആൻഡ് ബംഗാൾ. നോക്കിക്കേ, ആസാമിലെയും ബംഗാളിലുമുള്ള റെയിൽവേ ജോലിക്കാർ ഈ സമരത്തിൽ പങ്കെടുത്തതുകൂടി സമരം കൂടുതൽ എന്തായി, എനർജറ്റിക് മാറി. ഓക്കെ, ഇൻ നവംബർ 1921, 1921 നവംബറിൽ, when the Prince of Wales visited India, police opened fire on the protesters demonstrating against him. 53 people were killed and about 400 were injured. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഈ നിസ്സഹകരണ പ്രസ്ഥാനം നടക്കുന്ന സമയത്ത് മറ്റേ വെയിൽസ് രാജകുമാരൻ ഇന്ത്യയിലേക്ക് വരാൻ തീരുമാനിക്കുന്നു. ഇതിനെതിരെ ഇവിടെ ഹർത്താലുകളും മറ്റു കാര്യങ്ങളും ഒക്കെ, പ്രകടനങ്ങളും ഒക്കെ നടക്കുന്നു. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രകടനത്തിന് നേരെ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യുന്നു, വെടിയുതിർക്കുന്നു. ഏത് വർഷം എന്ന് ചോദിച്ചാൽ 21 പോലീസ് ഓപ്പൺഡ് ഫയർ ഓൺ ദ പ്രൊട്ടസ്റ്റർ. അങ്ങനെ അതിനെ തുടർന്നിട്ട് ഏകദേശം 53 ആളുകൾ മരണപ്പെടുകയും 400 ആളുകൾക്ക് ഇഞ്ചുറി, പരിക്കേൽക്കുകയും ചെയ്യുന്നു. ഓക്കെ, മോസ്റ്റ് ഓഫ് ദ ലീഡർ എക്സ്പെക്ട് ഗാന്ധിജി വേർ അറസ്റ്റഡ്. ഗാന്ധിജി ഒഴികെയുള്ള പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളെയും എന്ത് ചെയ്തു കൊണ്ടുപോകുന്നു, ഇതുമായിട്ട് ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു. 30,000 ഇന്ത്യൻസ് വെയർ ഇംപ്രിസൺഡ്. ഏകദേശം 3000-ഓളം ഇന്ത്യക്കാർ എന്ത് ചെയ്യുന്നു, ജയിലിലടയ്ക്കപ്പെടുന്നു. ഹവർ ദ കോൺഗ്രസ് ഡിസൈഡഡ് ടു ടേക്ക് ദ മൂവ്മെന്റ് ഫോർവേഡ് വിത്ത് മോർ വിഗർ. അപ്പോൾ നോക്കുക, ബ്രിട്ടീഷുകാർ ഇതിനെ തടയാൻ ശ്രമിക്കുന്നു അല്ലേ. ശരിക്കും അവരുടെ രാജകുമാരൻ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇവന്മാർ നോൺ കോർപ്പറേഷൻ മൂവ്മെൻ്റ് എന്നും പറഞ്ഞിങ്ങനെ നിൽക്കുന്നത് ബ്രിട്ടീഷുകാർക്ക് ഇഷ്ടപ്പെടുന്നില്ല. ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യുന്നു, അതിനെ അടിച്ചമർത്താനായിട്ട് ശ്രമിക്കുന്നു. ഇങ്ങനെ നടന്നൊരു പ്രകടനത്തിന് നേരെ ഇവർ വെടിയുതിർക്കുന്നു. കുറേ ആളുകൾ മരണപ്പെടുന്നു, കുറേ പേര് ജയിലിലടയ്ക്കപ്പെടുന്നു, കുറേ ആളുകൾക്ക് പരിക്കേറ്റപ്പെടുന്നു. ഗാന്ധിജി ഒഴികെയുള്ള നേതാക്കന്മാരൊക്കെ എന്ത് ചെയ്യപ്പെടുന്നു, അറസ്റ്റ് ചെയ്യപ്പെടുന്നു. ഇതൊക്കെ സംഭവിച്ചിട്ടും
കോൺഗ്രസ് ഡിസൈഡ് ടു ടേക്ക് ദ മൂവ്മെൻറ്റ് ഫോർവേഡ് വിത്ത് മോർ വിഗർ. കുറച്ചും കൂടി ശക്തമായിട്ട് ഈ മൂവ്മെൻറ്റ് മുമ്പോട്ട് കൊണ്ടുപോകാനാണ് കോൺഗ്രസ് തീരുമാനിച്ചത്. ഓക്കെ, കോൺഗ്രസ് എന്ത് ചെയ്തില്ല, പിന്മാറിയില്ല. കോൺഗ്രസ് ഡിസൈഡ് ടു ടേക്ക് കുറച്ചും കൂടി വിഗറായിട്ട് എന്ത് ചെയ്യുക, സമരം മുമ്പോട്ട് കൊണ്ടുപോകാനാണ് കോൺഗ്രസ് തീരുമാനിച്ചത്. അങ്ങനെ കോൺഗ്രസ് ഒരു കാരണവശാലും പിന്മാറില്ല എന്ന് പറഞ്ഞ സമയത്ത് ബട്ട് ദ ചൗരി ചൗര ഇൻസിഡൻറ്റ് പുട്ട് ആൻ എൻഡ് ടു ആൾ അജിറ്റേഷൻ പ്രോഗ്രാം. ഒരു ദാരുണമായ സംഭവം നടക്കുന്നു. ആ സംഭവത്തിൻ്റെ പേര് ചൗരി ചൗര ഇൻസിഡൻറ്റ്. ഇത് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ അജിറ്റേഷൻസ് പ്രോഗ്രാമും സ്റ്റോപ്പ് ചെയ്യാനായിട്ട് കാരണമാകുന്നു. ശരിക്കും ഗാന്ധിജിയാണ് ഇത് മതി എന്ന് പറഞ്ഞ് ഇത് സ്റ്റോപ്പ് ചെയ്യുന്നത്. ഗാന്ധിജിയാണ് തുടങ്ങുന്നത്, ഗാന്ധിജിയാണ് അവസാനിപ്പിക്കുകയും ചെയ്യുന്നു. ദ റീസൺ ഫോർ വിഡ്രോയിങ് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് വാസ് ചൗരി ചൗര ഇൻസിഡൻറ്റ്. അപ്പോൾ ഇത് വിഡ്രോ ചെയ്യുന്നതിനുള്ള പ്രധാനപ്പെട്ട ഇൻസിഡൻറ്റ് എന്ന് പറഞ്ഞാൽ ചൗരി ചൗര സംഭവമാണ്. ദാറ്റ് ടുക്ക് പ്ലേസ് ഇൻ ദ ഫെബ്രുവരി 5, 1922. 1922 ഫെബ്രുവരി 5 ഈ ചൗരി ചൗര ഇൻസിഡൻറ്റ് നടക്കുന്നത്. ഓക്കെ, ഇനി എന്താണ് ഈ ചൗരി ചൗര സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദിസ് മൂവ്മെൻറ്റ് പേവ്ഡ് ദ വേ ഫോർ ദ ഫോർമേഷൻ ഓഫ് ദ സ്വരാജ് പാർട്ടി. ചൗരി ചൗര എന്താണെന്ന് ഞാൻ പറയാം. അതിന് മുമ്പ് ഈ ചൗരി ചൗര ഇൻസിഡൻറ്റ് എന്തിലേക്ക് നയിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വരാജ് പാർട്ടി ഫോം ചെയ്യാനായിട്ട് ചരിച്ചു. ഈ ചൗരി ചൗര ഇൻസിഡൻറ്റിൻ്റെ ഭാഗമായിട്ട് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് അവിടെ നിർത്തപ്പെടുന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് സ്വരാജ് പാർട്ടി ഫോം ചെയ്യുന്നു. ദ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് ഫോസ്റ്റഡ് ഹിന്ദു മുസ്ലിം എമിറ്റി. ഹിന്ദു മുസ്ലിം യൂണിറ്റി കുറച്ചും കൂടി ശക്തമാകാനായിട്ട് ഈ നോൺ കോർപ്പറേഷൻ മൂവ്മെൻറ്റ് സഹായിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ നോൺ കോർപ്പറേഷൻ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഹിന്ദു മുസ്ലിം യൂണിറ്റി കുറച്ചും കൂടിയൊക്കെ ശക്തപ്പെട്ടു. നമ്മൾ പറഞ്ഞല്ലോ നോൺ കോർപ്പറേഷൻ മൂവ്മെൻറ്റ് പ്രധാനപ്പെട്ട ലക്ഷ്യമായിരുന്നു അത്. പക്ഷേ ദ സെഷൻ ഓഫ് നോൺ കോർപ്പറേഷൻ മൂവ്മെൻറ്റ് ക്രിയേറ്റഡ് എ റിഫ്റ്റ് ഇൻ ഹിന്ദു മുസ്ലിം യൂണിറ്റി. ഇത് പെട്ടെന്ന് അങ്ങ് പിൻവലിച്ചത് ഈ ഹിന്ദു മുസ്ലിം യൂണിറ്റിയിൽ ഒരു വിള്ളലുണ്ടാകുന്നതിന് കാരണമായി. അപ്പോൾ നമ്മൾ ഈ ഗാന്ധി തുടങ്ങിയ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റിൻ്റെ ആഫ്റ്റർ എഫക്റ്റുകളാണ് പഠിക്കുന്നത്. എന്തൊക്കെയായിരുന്നു അവർ ചെയ്തത്, അതിൻ്റെയൊക്കെ അനന്തരഫലങ്ങൾ എന്തായി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറയുന്നത് ഓക്കെ, അപ്പോൾ ഹിന്ദു മുസ്ലിം യൂണിറ്റി തമ്മിലൊരു ചെറിയ വിള്ളലുണ്ടാകുന്നതിന് കാരണമായി. ഓക്കെ, അടുത്തത് ഗാന്ധിജി പറഞ്ഞിട്ടുള്ളൊരു കോട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫ്രം ഏൻഷ്യൻ്റ് ടൈംസ് സബ്ജക്റ്റ് ഹാവ് ഹാഡ് ടു റൈറ്റ് ദ ഡിസബേ ദെയർ റൂളേഴ്സ് ഇഫ് ദേ അബ്യൂസ് ദെയർ പവർ. നോക്കുക, ഫ്രം ഏൻഷ്യൻ ടൈംസ് ഗാന്ധിജി പറഞ്ഞൊരു കോട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രം ഏഷ്യൻ ടൈംസ് സബ്ജക്ട്സ് അല്ല, ഇവിടെ നമുക്ക് പീപ്പിൾസ് എന്നാണ് പറയേണ്ടത്. പീപ്പിൾസ് ഹാവ് ഹാഡ് ദ റൈറ്റ് ടു ഡിസൊബേ ദെയർ റൂളേഴ്സ് ഇഫ് ദേ അബ്യൂസ് ദെയർ പവർ. ഭരണാധികാരികൾ അവരുടെ അധികാരം നേരെ ഉപയോഗിച്ചില്ല എങ്കിൽ അവരെ അനുസരിക്കാതിരിക്കാനുള്ള അവകാശം ജനങ്ങൾക്കുണ്ട്. ചരിത്രകാലം മുതലേ ജനങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞ വ്യക്തി ഗാന്ധിജിയാണ്. ഓക്കെ, അത് പറഞ്ഞ റിട്ടേൺ ടു ദ വൈസ്രോയി ഹെഡ് ഓഫ് നോൺ കോർപ്പറേഷൻ മൂവ്മെൻറ്റ്. ഈ നോൺ കോർപ്പറേഷൻ മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഗാന്ധിജി വൈസ്രോയി എഴുതുന്ന ഒരു കത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന സംഭവം പറയുന്നത്. ഈ ചൗരി ചൗര ഇൻസിഡൻറ്റ് എന്താണെന്ന് നമ്മൾ വിശദമായിട്ട് പഠിക്കുന്നുണ്ട്. ഒന്നുമില്ല, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഉത്തർപ്രദേശിലെ ഒരു പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ട് സമരാനുകൂലികൾ അവിടെയുള്ള പോലീസ് സ്റ്റേഷൻ കത്തിക്കും. അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പോലീസുകാരികൾ മരിക്കും. ഒരുപാട് പോലീസുകാരല്ല, കുറച്ച് പോലീസുകാർ മരിക്കും. അപ്പോൾ നമ്മൾ ഗാന്ധിജി എന്താണ്, അഹിംസയിൽ അടിയുറച്ച് കൊണ്ട് ഗാന്ധി തുടങ്ങിയൊരു സമരം വളരെ വയലൻസിലേക്ക് പോകുന്നു. ആരുടെ ഭാഗത്തുനിന്നും, ബ്രിട്ടീഷുകാരുടെ ഭാഗത്തുനിന്നല്ല, നമ്മുടെ ഭാഗത്തുനിന്നും. അതിനെ തുടർന്നിട്ടാണ് ഗാന്ധിജി എന്ത് ചെയ്യുന്നത്, ഈ നോൺ കോർപ്പറേഷൻ മൂവ്മെൻറ്റ് പിൻവലിക്കുന്നത്. അപ്പോൾ ഈ ചൗരി ചൗര സംഭവം നമ്മൾ അടുത്ത ക്ലാസ്സിൽ വിശദമായിട്ട് പഠിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ നോൺ കോർപ്പറേഷൻ മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയിൽ നടന്ന പ്രധാനപ്പെട്ട സംഭവങ്ങളെന്ന് പറയുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞല്ലോ 20 to 21, 22 കാലഘട്ടങ്ങളിലാണ് നോൺ കോർപ്പറേഷൻ മൂവ്മെൻറ്റ് നടക്കുന്നത്. 21 വേറൊരു സംഭവം നടക്കുന്നു. ഗാന്ധിജി എന്ത് ചെയ്യുന്നു, വേർ ഖാദി ആസ് ദ സൈൻ ഓഫ് പാട്രിയോട്ടിസം ആൻഡ് സിംപ്ലിസിറ്റി. പാട്രിയോട്ടിസത്തിൻ്റെയും സിംപ്ലിസിറ്റിയുടെയും ഭാഗമായിട്ട് ഖാദി വസ്ത്രങ്ങൾ ധരിക്കാനായിട്ട് ഗാന്ധി തീരുമാനിക്കുന്നത് 21 മുതലാണ്. ഡിസൈഡ് ടു വെയർ ഖാദി ആസ് ദ സൈൻ ഓഫ് പാട്രിയോട്ടിസം ആൻഡ് സിംപ്ലിസിറ്റി. സിംപ്ലിസിറ്റിയുടെയും പാട്രിയോട്ടിസത്തിൻ്റെയും ഭാഗമായിട്ട് ഖാദി വസ്ത്രങ്ങൾ ധരിക്കാൻ ഗാന്ധിജി തീരുമാനിക്കുന്ന വർഷം 21 മുതലാണ്. അടുത്തത് നിസ്സഹകരണ പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന ചില കാര്യങ്ങൾ നമുക്കൊന്ന് പെട്ടെന്ന് നോക്കാം. നമ്മൾ ഈ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ബഹുജന സമരം നമ്മൾ പറഞ്ഞു. ഗാന്ധിജിയുടെ നേതൃത്വത്തിലാണ് INC ആണ് നടത്തിയത്. ഒരു ബഹുജന സമരമാണ്, ഒരു മാസ് അജിറ്റേഷൻ ആയിരുന്നു നിസ്സഹകരണ പ്രസ്ഥാനം എന്ന് പറയുന്നത്. 20 കൽക്കത്തയിൽ ചേർന്ന INC കോൺഗ്രസ് സമ്മേളനത്തിലാണ് അംഗീകരിച്ചത്. ഓക്കെ, അപ്പോൾ കൽക്കത്തയിൽ ചേർന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രത്യേക സമ്മേളനം, ആ ടെക്സ്റ്റിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പ്രത്യേക സമ്മേളനമാണ്, ആനുവൽ സെക്ഷൻ അല്ല, പ്രത്യേക സമ്മേളനമാണ്.
കുറച്ചു മുമ്പ് പഠിച്ചതായി കോട്ടുണ്ടല്ലോ, ഫ്രം ഏൻഷ്യന്റ് ടൈംസ് പീപ്പിൾസ് ഹാവ് ഹാഡ് ദ റൈറ്റ് ടു ഡിസൊബേ ദെയർ റൂളേഴ്സ് ഇഫ് ദേ ഹാവ് അബ്യൂസ് ദെയർ പവർ. അതിൻ്റെ മലയാളമാണ് കൊടുത്തിരിക്കുന്നത്. ഭരണാധികാരികൾ അധികാരം ദുർവിനിയോഗം ചെയ്താൽ അവരെ അനുസരിക്കാതിരിക്കാൻ പുരാതന കാലം മുതലേ പ്രജകൾക്ക് അവകാശമുണ്ട് എന്നാണ് ആ കോട്ട്. ഓക്കെ, അതായത് ഒരു റൂളർ എന്ത് ചെയ്യുന്നു, അദ്ദേഹത്തിൻ്റെ അധികാരത്തെ ദുർവിനിയോഗം ചെയ്യുന്നു, ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുവെങ്കിൽ ജനങ്ങൾ അനുസരിക്കേണ്ട കാര്യമില്ല എന്നാണ് ഗാന്ധിജി പറയുന്നത്. ഓക്കെ, നിസ്സഹകരണ പ്രസ്ഥാനം 2 കർമ്മ പരിപാടികൾ അധിഷ്ഠിതമായിരുന്നു. നമ്മൾ കുറച്ച് മുമ്പ് പഠിച്ചതാണ്. എന്താണ് ബോയ്ക്കോട്ട് ആൻഡ് ക്രിയേറ്റിവിറ്റി എന്ന് പഠിച്ചില്ലേ? അതിനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് ബഹിഷ്കരണ പ്രവർത്തനങ്ങൾ, മറ്റത് ക്രിയാത്മക പ്രവർത്തനങ്ങൾ. നമ്മൾ ആ പഠിച്ച സാധനങ്ങളൊക്കെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള പോയിന്റുകളാണ്. എന്ന് വെച്ചാൽ നന്നായിട്ട് കുറച്ച് പ്രാധാന്യം കൊടുത്ത് പഠിക്കുക. അതിൽ ബഹിഷ്കരണ പ്രസ്ഥാനങ്ങളാണ് വിദേശ വസ്ത്രങ്ങൾ, നികുതി, പദവികൾ, കോടതിയൊക്കെ ബഹിഷ്കരിക്കുക. നമ്മൾ കുറച്ച് 2-3 പോയിന്റുകൾ അധികം പഠിച്ചു. ഓക്കെ, ഇവിടെ ക്രിയാത്മക പ്രവർത്തനങ്ങൾ, ഹിന്ദു മുസ്ലിം ഐക്യം, ഖാദി വസ്ത്രങ്ങളുടെ പ്രചാരണം, അയിത്തോച്ചാടനം, ദേശീയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കൽ. നമ്മൾ കുറച്ച് മുമ്പ് പഠിച്ച പോയിന്റുകളാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ കുറച്ച് എക്സ്ട്രാ പോയിന്റുകളൂടെ ഇവിടെ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ക്രിയേറ്റീവ് ആക്ടിവിറ്റീസും ബോയ്ക്കോട്ട് ആക്ടിവിറ്റീസും. ഓക്കെ, നമ്മൾ പഠിച്ച പോയിന്റുകളാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നോൺ കോർപ്പറേഷൻ മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ മഹാത്മാഗാന്ധി ആൻഡ് ഫ്രീഡം സ്ട്രഗിൾ ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്ക്, സ്വാതന്ത്ര്യ സമരം മഹാത്മാഗാന്ധി എന്ന് പറയുന്ന ടോപ്പിക്ക് നമ്മൾ എടുത്തു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇനി അടുത്ത പഠിക്കാൻ പോകുന്നത് ഈ നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ കാരണമായ ചൗരി ചൗര സംഭവത്തെ തൊട്ട് 21 22ലാണ് ചൗരി ചൗര സംഭവം നടക്കുന്നത്. 21 വരെയുള്ള ഗാന്ധിജിയുടെ ജീവിതം, ഗാന്ധിജി നയിച്ച സമരങ്ങളൊക്കെയാണ് നമ്മൾ പഠിച്ച് നിർത്തിയിരിക്കുന്നത്. അടുത്ത ദിവസം ഇതിൻ്റെ ബാക്കി ഭാഗവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഏവർക്കും നന്ദി.